നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ നിർത്തി വെച്ച് ട്യൂബർക്ലോസിസ് വരെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ്. അതിന് വേറൊരു പേരാണ് സെറിബ്രോ സ്പൈനൽ ഫീവർ എന്നല്ലേ. ഇവിടേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് എന്താ വെച്ചാൽ ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്താണെന്നുള്ളതും അതേപോലെ മെയിൻ ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്, അത്ര മാത്രമേ ഇവിടേക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ ആ രീതിയിലൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ പോസിറ്റീവ് ഓർഗാനിസം എന്തായാലും നമുക്കറിയാം, പേരിൽ തന്നെ ഇല്ലേ മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് ആയതുകൊണ്ട് നെസീരിയ മെനിഞ്ചൈറ്റിസ് എന്നാണ് ഇതിന്റെ ഓർഗാനിസത്തിന് പേര്. ഗ്രാം നെഗറ്റീവ് ആണ്, ഡിപ്ലോകോക്കയാണ്. അപ്പൊ ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കി വെക്കാം. നമ്മളിപ്പോ ട്യൂബർക്കിളൊക്കെ ബാസില്ലി ആണെന്ന് പറഞ്ഞിരുന്നു, മറ്റേത് വൈറസ് ആണെന്ന് പറഞ്ഞ രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് ഗ്രാം നെഗറ്റീവ് ആണ്, ഡിപ്ലോകോക്കയാണ്, ബാക്ടീരിയ ആണ്, ഡിപ്ലോകോക്കയാണ് കേട്ടോ. മെയിൻ ആയിട്ട് ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്റൻസ് ആയിട്ടുള്ള ഹെഡ് ഏക്ക് ഉണ്ടാവും, അതേകൂടെ വോമിറ്റിംഗ് ഉണ്ടാവും, നെക്കിലൊക്കെ ഭയങ്കര സ്റ്റിഫ്നെസ് ഉണ്ടാകും. പിന്നെ അത് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കോമയിലേക്ക് പോകും. ഇവിടെ മാന് മാത്രമാണ് നാച്ചുറൽ ഹോസ്റ്റ് ആയിട്ടുള്ളത് പറയുന്നത് കാരിയേഴ്സ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. ഇതിൽ എന്താ വെച്ചാൽ കാരിയർ സ്റ്റേറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മുന്നേ കാരിയർ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കാരിയർ സ്റ്റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ മാൻ ഇതിങ്ങനെ കൊണ്ടു നടക്കും. അപ്പൊ അത് ആർക്കാണെന്ന് നമുക്ക് അറിയില്ലല്ലോ, അവർക്ക് എത്രത്തോളം ഡിസീസും കാര്യങ്ങളും ഉണ്ടെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ഈ കാരിയർ സ്റ്റേറ്റ് ഉള്ളത് കൊണ്ട് ഇതാണ് ഇതിൽ ഇൻഫെക്ഷൻ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാർ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴി തന്നെയാണ് ട്രാൻസ്മിഷൻ. അപ്പൊ അവർ കഫ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഡിസ്ചാർജുകളും കാര്യങ്ങളും എയറിൽ പോയിട്ട് ആ ഡ്രോപ്ലെറ്റ് വഴിയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ സിംറ്റംസ് സ്പ്രെഡ് ഉണ്ടാവുക. ഇൻക്യുബേഷൻ പീരീഡ് 3 to 4 ഡേയ്സിലാണ്. അതിന് മുന്നിലൊരു 4 മാർക്ക് 3 to 4 ഡേയ്സ്, അല്ലെങ്കിൽ നമുക്കൊരു 2 to 10 ഡേയ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പം നെസീരിയ മെനിഞ്ചൈറ്റിസ് ആണ് പോസിറ്റീവ് ഓർഗാനിസം, ഗ്രാം നെഗറ്റീവ് ആണ്, ഡിപ്ലോകോക്കയാണ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. അതായത് ഈ സ്ലൈഡിൽ നിന്ന് കൂടുതൽ നിങ്ങൾ ക്യാച്ച് ചെയ്യട്ടെ. ഇനി ഇതിൽ നമ്മൾ പീരിയഡ് ഓഫ് ഇൻഫെക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടിൽ പോസിറ്റീവ് ഓർഗാനിസം നോ ലോങ്ങർ പ്രസന്റ് ഇൻ ദ ഡിസ്ചാർജ് ഫ്രം ദി നോസ് ആൻഡ് ത്രോട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു കാരിയർ സ്റ്റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു ആളെടുത്ത് നോക്കിയിട്ട് അയാളെ നോസിന്റെയും ത്രോട്ടിന്റെയും സ്വാബ് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഡിസ്ചാർജസ് നോക്കുന്ന സമയത്ത് എത്ര കാലത്തോളം നമുക്ക് ഈ പോസിറ്റീവ് ഓർഗാനിസം ഇല്ലാണ്ടാവാൻ എടുക്കുന്നു അതുവരെ പീരിയഡ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ അത്രയും കാലം ഇതിന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. യൂഷ്വലി ഡിസപ്പിയേഴ്സ് ഫ്രം ദി നാസോഫാരിങ്സ് വിത്ത് 24 hours ആഫ്റ്റർ സ്പെസിഫിക് മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ. നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് മെഡിസിൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 24 hours കൊണ്ട് തന്നെ നാസോഫാരിങ്സിൽ നിന്ന് ഈ ഓർഗാനിസം ഡിസപ്പിയർ ചെയ്യാറുണ്ട്. കോമൺ ഇൻ ചിൽഡ്രൻ, യങ് അഡൽട്ട്, ബോത്ത് സെക്സസ്. നമ്മൾ ഒരേ രീതിയിലാണ് കുട്ടികളും ഇതൊക്കെ ഒരേപോലെ തന്നെയാണ് പറയുന്നത്. എല്ലാ ഏജും സസെപ്റ്റബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ ഇമ്മ്യൂണിറ്റി അക്വയർഡ് ബൈ സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ, ക്ലിനിക്കൽ ഡിസോസ് ഓർ വാക്സിനേഷൻ. ഇതിൽ എല്ലാവരും ഒരേപോലെ സസെപ്റ്റബിൾ ആണ്. പക്ഷെ ഇമ്മ്യൂണിറ്റി കിട്ടാൻ എന്താ കാരണം എന്ന് വെച്ചാൽ സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ, നമുക്ക് സിംറ്റംസ് ഇല്ലാണ്ട് തന്നെ ഒരു ഇൻഫെക്ഷൻ വന്നു പോകാം, അല്ലെങ്കിൽ ക്ലിനിക്കലായിട്ട് ഒരു ഡിസീസ് വന്നു പോകാം, അല്ലെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ മെനിഞ്ചോകോക്കലിനെതിരായിട്ടുള്ള വാക്സിനേഷൻ വെക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്കിതിൽ ഇമ്മ്യൂണിറ്റി അക്വയർ ചെയ്യുന്നത്. കുട്ടികൾക്ക് മദറിന് ഒരു പാസീവ് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വഴിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഔട്ട് ബ്രേക്ക് കോമൺ ഇൻ ലേറ്റ് വിന്റർ ആൻഡ് ഏർലി സ്പ്രിംഗ്, ഓവർ ക്രൗഡിംഗ് പ്യൂർ ഹൗസ്. ഇതൊക്കെ ഇതിൻ്റെ ഒരു കാരണമാണ്. നമ്മളിപ്പോൾ TB-യിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓവർ ക്രൗഡിങ്, പൂർ ഹൗസിംഗ് ഒക്കെ ഇതിനൊരു ചാൻസ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ വൈറസ് ഇൻഫെക്ഷൻ ആണ് പോളിയോ മൈലൈറ്റിസ്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ പോളിയോ വൈറസ് ഇൻഫെക്ട് പ്രൈമർലി എഫക്റ്റ് എലിമെന്ററി ട്രാക്ട്. പോളിയോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൺസെപ്റ്റ് എന്താണ്, നമ്മൾ പാരാലിസിസ് എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പോൾ അത് അങ്ങനെയല്ല, നമ്മളൊരു എലിമെന്ററി ട്രാക്ട്, നമ്മൾ GIT-ന്റെ ഒരു തന്നെ ഒരു ഇൻഫെക്ഷൻ ആയിട്ടാണ് പോളിയോ വൈറസ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. ഇനി അത് GIT-യിൽ നിൽക്കാതെ ബാക്കി സ്ഥലത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഇത് പാരാലിസിസും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. ഡെത്ത് കോസ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലർ അല്ലെങ്കിൽ സ്പൈനൽ ഇൻവോൾവ്മെന്റ്. അപ്പം നമ്മൾ പറഞ്ഞു പോളിയോ സ്പൈനൽ കോഡിനെയും അതേപോലെ തന്നെ ബാക്കിയുള്ള മസിൽസിനൊക്കെ പാരാലിസിസ് ഉണ്ടാക്കും. ആ ഒരു പാരാലിസിസ് ഉണ്ടാക്കുന്ന സ്റ്റേജിൽ റെസ്പിറേഷനിൽ ഫെയിലർ ഉണ്ടാവും, അതേപോലെ തന്നെ സ്പൈനൽ കോഡിന് കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ട് അത് ഡെത്തിലേക്ക് ലീഡ് ചെയ്യാം. അതാണ് അതിന്റെ ഡെത്ത് ഉണ്ടാക്കുക. സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ പോളിയോ ഒക്കെ പറഞ്ഞാൽ എലിമെന്ററി ട്രാക്ട് ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഈ GIT-യും കാര്യങ്ങളും ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫീക്കസ്ക്കാണ് മെയിനായിട്ട് അതിന്റെ സ്പ്രെഡ് പറയുന്നത്. ഫ്യൂ വീക്സ് മുതൽ 3 months വരെ ഇത് ഫീക്കസിൽ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ ഫ്യൂ വീക്സ് മുതൽ 3 months വരെ പോളിയോന്റെ വൈറസ് ഫീക്കസിൽ പ്രസന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഫാരഞ്ച് സെക്രീഷനിൽ ഫസ്റ്റ് 5 days. അപ്പൊ നമ്മൾ ഈ എന്താണ് ത്രോട്ട് നേസൽ സെക്രീഷൻ അല്ലെങ്കിൽ ഫാരഞ്ച് സെക്രീഷനൊക്കെ ഒരു ഫസ്റ്റ് 5 days ആണ് ഇതിന്റെ സിംറ്റംസ്, ഇതിന്റെ സോഴ്സ് പറയുന്നത്. ബാക്കിയെല്ലാം തന്നെ ഫീക്കസിലൂടെ ആയിരിക്കും പോകും. പിന്നെ എൻവയോൺമെന്റ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞ രീതിയിൽ ഓവർ ക്രൗഡിങ്, പുവർ സാനിറ്റേഷൻ, റെയിനി സീസൺ ഇതൊക്കെ ഇതിനൊരു കാരണമാകാറുണ്ട്. പീരിയഡ് ഓഫ് ഇൻഫെക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 days ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ഓൺസെറ്റ് ഓഫ് ദ സിംറ്റം.
ഇതിൽ നമ്മൾ എന്താ വെച്ചാൽ വൈറസ് നമ്മുടെ ബോഡിയിൽ കിടന്ന് നമ്മളൊരു 5 days ഒരു 10 days വരെ ഇത് ബോഡിയിൽ നിന്നാലും സിംറ്റംസ് കാണിക്കാത്തതുകൊണ്ട് ആ സമയത്തൊക്കെ ഇത് പീരിയഡ് ഓഫ് ഇൻഫെക്റ്റീവ് ആണ്. 7 days ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ഓൺസെറ്റ് ഓഫ് ദി സിംറ്റം. വൈറസ് ബോഡിയിൽ വന്നിട്ട് ഒരു 7 days ഇതിന് മുന്നേ അതേപോലെ തന്നെ അതിന് ശേഷം ഇൻഫെക്റ്റീവ് കാണിക്കാം. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഫീക്കൽ ഓറൽ റൂട്ടാണ് മെയിനായിട്ടുള്ള പോളിയോയുടെ സ്പ്രെഡ്. പിന്നെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴി സ്പ്രെഡ് ചെയ്യാം. മെയിനായിട്ട് പറയുന്നത് ഫീക്കൽ ഓറൽ റൂട്ടാണ്. എലിമെന്ററി ട്രാക്റ്റിന്റെ ഡിസീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ അതേപോലെ കഫേനിലൂടെ അല്ലെങ്കിൽ ഫീക്കസിലൂടെ ഈ രീതിയിലൊക്കെ അത് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഇൻക്യുബേഷൻ പീരീഡ് 7 to 21 days, 1 to 3 week എന്നുള്ളത് ആലോചിച്ച് വെച്ചാൽ മതി. ആ ഒരു 7 days ആണ് തന്നെ നമ്മൾ പീരീഡ് ഓഫ് ഇൻഫെക്ടിവിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് പോളിയോ എലിമെന്ററി ട്രാക്റ്റിന്റെ ഡിസീസ് ആണ്. അതുപോലെ തന്നെ ആൾസോ അഫക്ട് ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ് ഈ ഭാഗങ്ങളൊക്കെ അഫക്ട് ചെയ്യാം. അപ്പൊ അത് കോസ് എന്ത് അതെന്തുണ്ടാക്കും, പാരാലിസിസ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. പോളിയോ ഡസൻ ആൾവേസ് കോസ് പാരാലിസിസ്. പോളിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പാരാലിസിസ് മാത്രമാണെന്ന് ചിന്തിക്കരുത്. 1 to 2 ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽസിന് മാത്രമാണ് പാരാലിസിസ് ഉണ്ടാക്കുക. അതായത് നമ്മൾ ഈ ഡിസീസ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ല അങ്ങനത്തെ സമയത്ത് മാത്രമാണ് ഇത് പാരാലിസിസിലേക്ക് പോകുന്നത്. എക്സ്റ്റെന്റ് ഓഫ് പാരാലിസിസ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഡാമേജ് ടു നെർവ് സെൽസ് ബൈ ദ വൈറസ്. എത്രത്തോളം പാരാലിസിസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ വൈറസ് എത്രത്തോളം നമ്മുടെ നെർവിന് ഡാമേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ടാണ് പറയുന്നത്. റിക്കവറി ഫ്രം ഡിസീസ് ആർ ലെഫ്റ്റ് വിത്ത് റെസിഡൽ പാരാലിസിസ് ഓഫ് ദി അഫക്റ്റഡ് ലിംബ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പോളിയോ ബാധിച്ച ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കയ്യിന് എന്തെങ്കിലും കാലിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാലൊന്നും മടങ്ങി പോവുക അല്ലെങ്കിൽ കാലിന് എന്താണ് നടക്കാൻ സ്വാധീനമില്ലാത്ത രീതിയിലാവുക അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിന്റെ റിക്കവറി ഉണ്ടാവുന്ന ആൾക്കാരെ, അതായത് ഇപ്പോൾ ഡെത്ത് സംഭവിച്ചിട്ടുള്ള റിക്കവറിയുള്ള ആൾക്കാർക്ക് എഫക്റ്റഡ് ലിംബിന് പാരാലിസിസ് ആണ് കാണിക്കുക. കോസ് ഓഫ് ഡെത്ത് നമ്മൾ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലർ ആവാം, സ്പൈനലോ ബൾബാർ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ എന്താണ് മേലെ ഓരോ നെർവ്സിന്റെ ഇതാണ്. അപ്പൊ ആ ഭാഗങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ട് റെസ്പിറേറ്ററി ഫെയിലർ വന്നിട്ടാണ് ഡെത്ത് ഉണ്ടാവുന്നത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിയോയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് മെയിനായിട്ട് ആ GAT സിംറ്റംസ് ആലോചിക്കുക. ഫീവർ, ഹെഡേക്ക്, ഡയറിയ, വോമിറ്റിംഗ് ആണ് അങ്ങനത്തെ രീതിയിലുള്ള സിംറ്റംസ് ആണ് കാണിക്കുക. ഡ്രൗസിനെസ് അങ്ങനത്തെ ഇതൊക്കെ കാണിക്കാം. വാർണിംഗ് സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പെയിൻ, സ്റ്റിഫ്നെസ് ഓഫ് ദി നെക്ക് ആൻഡ് ബാക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിൽ പാരാലിസിസിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള സിംറ്റംസ് പെയിനോ സ്റ്റിഫ്നെസ്സോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുമ്പോഴാണ് പാരാലിസിസിലേക്ക് പോകുന്നത്. അതിന് കൂടെ തന്നെ അഫക്റ്റഡ് ലിംബിന് നമ്മൾ പാരാലിസിസ് ഉണ്ടാവാന്ന് പറഞ്ഞു. ഡയഗ്നോസ് ചെയ്യുന്നത് സിറോളജിക്കൽ ഫൈൻഡിങ് ഓഫ് ദി പോളിയോ വൈറൽ ആന്റിബോഡി. പോളിയോ വൈറൽ ആന്റിബോഡിനെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. വാക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് തരം വാക്സിൻ ആണുള്ളത്. OPV വാക്സിൻ ഉണ്ട്, സാക്ക് വാക്സിൻ ഉണ്ട്. OPV ആണ് ലൈവ് വാക്സിൻ. അങ്ങനെ തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, പോളിയോന്റെ ലൈവ് വാക്സിൻ ഏതാണെന്നുള്ളത്. അപ്പൊ അത് നമ്മൾ OPV അല്ലെങ്കിൽ സബൈൻ വാക്സിൻ എന്നുള്ളത് തന്നെ ആലോചിച്ച് വെക്കാം. അപ്പൊ ഈ സിമ്പിൾ ആയിട്ടുള്ള ഇത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇത്രയും പഠിച്ചിട്ട് ഇത് നമ്മൾ അതിന് മാർക്ക് ചെയ്യാതെ പോകരുത്. OPV ആണ് ലൈവ് വാക്സിന്, സാക്കാണ് കിൽഡ് കെയർ എന്നുള്ളത് ആലോചിച്ചാൽ മതി. സാക്കാണ് കിൽഡ് വാക്സിന്. അപ്പൊ അത് നമ്മൾ IP ആയിട്ട് എടുക്കുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ എന്നതാണ് നമ്മൾ പോളിയോന്റെ ഇതിനുള്ള പ്രിവെന്റീവ് ആയിട്ട് വെക്കുന്നത്. 1995 അത് സ്റ്റാർട്ട് ചെയ്തത്. അണ്ടർ 0 to 5 years ഏജ് ഗ്രൂപ്പിലെ ലക്ഷ്യമാക്കി കൊണ്ടുവന്നൊരു പദ്ധതിയാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞത്. 1995 ആണ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് വന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കണം. വാക്സിൻ OPV വാക്സിൻ ലൈവ് വാക്സിൻ ആണ്, സാക്ക് വാക്സിൻ കിൽഡ് വാക്സിൻ ആണ്, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ആണ് ഇതിന്റെ ഒരു പ്രിവെന്റീവ് ആയിട്ട് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം, ലിവറിന് വരുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അതിന്റെ ഇൻഫെക്ഷൻ ആണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഏതെങ്കിലും വൈറസ് കൊണ്ട് ലിവറിന് വരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷൻ ആണ് നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ വൈറസ് ഏതൊക്കെയാ? ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E. ഈ 5 വൈറസുകളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് Aയും Bയും ആണ് മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ഒരു എടുത്തു പറയണം. അപ്പോൾ ഈ പിക്ചറിൽ ഈ ചാർട്ട് ഒരു ഏകദേശം ഒരു കണക്കുണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ Aയും Eയും നോക്കുന്ന സമയത്ത് രണ്ടുപേരും മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫീക്കൽ ഓറൽ റൂട്ടാണ്. ഇതാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് പറയില്ല, പകർച്ചയായിട്ടുള്ള മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. പകർച്ചവ്യാധിയായിട്ട് ഒരു വീട്ടിൽ വന്നാൽ എല്ലാവർക്കും വരുന്ന രീതിയിലുള്ള മഞ്ഞപ്പിത്തം വൈറൽ ഹെപ്പറ്റൈറ്റിസ് A ആണ്. അപ്പൊ അത് ഫീക്കൽ ഓറൽ റൂട്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഭക്ഷണങ്ങൾ കൊടുക്കുന്നത്, കാര്യങ്ങൾ ഹൈജീനിക് ആയിട്ടുള്ള വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അവർ ഫീക്കസ് പാസ് ചെയ്ത് അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്ത് അതൊക്കെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുന്നതൊക്കെ പറയുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് A ആണ്. ഫീക്കൽ ഓറൽ റൂട്ടിലൂടെയാണ് അതിന്റെ സ്പ്രെഡ് ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് E എന്ന് പറഞ്ഞാൽ ഫീക്കൽ ഓറൽ റൂട്ടാണ്. ഇൻക്യുബേഷൻ പീരീഡ് ആലോചിച്ച് നോക്കുക, 2 to 6 വീക്ക് ആണ്. എന്നാലും വൈറൽ ഹെപ്പറ്റൈറ്റിസ് Aയും Bയും മാത്രം കൂടുതൽ നോക്കിയാൽ മതി. പിന്നെ Cയിലൊക്കെ നമ്മൾ 1-2 കാര്യങ്ങൾ മാത്രം കണ്ടുപിടിച്ചാൽ മതി. പിന്നെ
അപ്പോൾ ബീൻ്റെതാണെങ്കിലോ ബ്ലഡ് ബോൺ റൂട്ടാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ സെക്ഷൽ ട്രാൻസ്മിഷൻ ഉണ്ട്, വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ പറയുന്നത് പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. അപ്പൊ പാരന്ററൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ആണ് അങ്ങനെ പറയുന്നത്. അതായത് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടാം. അല്ലെങ്കിൽ എന്താ നമ്മൾ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ കോഴ്സിലൂടെ കിട്ടാവുന്നതും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. സിറിഞ്ചുകൾ മാറ്റി വെക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഒരാളിൽ നിന്ന് ബ്ലഡ് നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ അങ്ങനെയൊക്കെ നമുക്ക് വരുന്നതാണ് ബ്ലഡ് ബോൺ ആണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. അപ്പൊ ഇത്ര രീതിയിൽ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് എ ഫീക്കൽ ഓറൽ റൂട്ടിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എക്സെപ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെങ്കിൽ അത് നോക്കാം. അല്ലെങ്കിൽ ബ്ലഡ് ബോൺ ആയിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് ഏതാണ്, വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ഏത് ഹെപ്പറ്റൈറ്റിസിലാണ് കാണിക്കണം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എല്ലാം ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. അതേപോലെ തന്നെയാണ് ബ്ലഡ് ബോൺ ഉള്ള ഒന്നും കൂടിയാണ് ഹെപ്പറ്റൈറ്റിസ് സി. പക്ഷെ അതൊക്കെ വളരെ എന്താണ് നമ്മൾ അത്രത്തോളം കോമൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് നമ്മൾ കോമൺ ആയിട്ട് പറയേണ്ടത്. പിന്നെ ഡിയും ഒക്കെ ബ്ലഡ് ബോൺ പറയുന്നുണ്ട്, പക്ഷെ അതൊക്കെ എപ്പോഴും സൂപ്പർ അല്ലെങ്കിൽ വേറൊരു ഇൻഫെക്ഷന്റെ കൂടെ വരിക അങ്ങനെ അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ ഹെപ്പറ്റൈറ്റിസ് ഡിക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. നമുക്ക് അത്രയും പ്രശ്നം വരാറില്ല, നമ്മൾക്ക് അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് പറയാറേ ഇല്ല. പിന്നെ ക്രോണിക് ഇൻഫെക്ഷൻ ഇല്ലാത്തത് ഏതാണ്, തീരെ ക്രോണിക് ഇല്ല. അതായത് ഇപ്പൊ നമ്മളൊരു 1 or 2 weeks നമുക്കൊരു ഡിസീസ് വന്നു, ആ ഡിസീസ് മാറിപ്പോയി, അങ്ങനെയാണ് എയും പ്രത്യേകിച്ച് ഇയും വരുന്നത്. രണ്ടാക്കും ക്രോണിക് ഇൻഫെക്ഷൻ ഇല്ല. ബി സി ഡിക്ക് ക്രോണിക് ഇൻഫെക്ഷൻ ഉണ്ട്, അതായത് ലിവറിന് വീണ്ടും കംപ്ലൈന്റുകൾ വരാം. അതിൽ തന്നെ ക്രോണിക് ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതലുള്ളത് ഹെപ്പറ്റൈറ്റിസ് സിക്കാണ്. അതൊരു കാർസിനോമയിലേക്ക് പോകാം, അല്ലെങ്കിൽ ലിവർ സിറോസിസിലേക്ക് പോകാം, ലിവർ ഇൻഫ്ലമേഷനിലേക്ക് പോകാം, എല്ലാ രീതിയിലേക്കും പോകുന്ന സാധനമാണ് ഹെപ്പറ്റൈറ്റിസ് സി. പിന്നെ നമ്മൾ നോക്കുക DNA ആണോ RNA ആണോ എന്നുള്ളത്. എല്ലാവരും RNAകളാണ് എക്സെപ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പാറ്റിന വൈറസ് ആണ്, അതേപോലെ തന്നെ അത് സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആണ്. ബാക്കി എല്ലാവരും RNA വൈറസുകളാണ്. പൈക്കോർണ ആണ് പിന്നെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് സിൻ്റെത്, സീൻ്റെ ഫ്ലാവിവിറിഡ്, അതൊക്കെ പേരുകളൊന്നും നമുക്ക് ആവശ്യമില്ല, അതൊക്കെ അതിലുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാനൊന്ന് ആഡ് ചെയ്തു എന്ന് മാത്രം. അപ്പം നമ്മൾ നോക്കുക ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ബ്ലഡ് ബോൺ സെക്ഷൽ വെർട്ടിക്കൽ, എ ആണ് ഫീക്കൽ ഓറൽ റൂട്ട്. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഫീക്കൽ ഓറൽ റൂട്ട് ആണെന്നുള്ളത് നോക്കാം. DNA വൈറസ് ഏതാ, ഹെപ്പറ്റൈറ്റിസ് ബി. ഇത് ഞാൻ തന്നെ നോക്കി വെക്കാം. ഹെപ്പറ്റൈറ്റിസ് ബി DNA ആണ്. 2 to 6 months ആണ് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. ഏറ്റവും കൂടുതൽ ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത് ഈ രീതിയിലാണ്, ഹെപ്പറ്റൈറ്റിസ് ബിക്കാണ്. അപ്പൊ എ വളരെ കുറവായിരിക്കും. നമുക്കിപ്പോ സാധാരണ വന്നു പോകുന്നത് എ ആണ്, ആലോചിച്ച് നോക്കാം. ഇനിയിപ്പോ നമ്മൾ എന്താണ് ഇതിലിപ്പോ പറഞ്ഞത് തന്നെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എന്താണ്, ഹെപ്പറ്റൈറ്റിസ് എ ആണ് HIV വൈറസ് എന്നാണ്, ബി HBV, സി HCV, ആ പേരുകളൂടെ തന്നെയാണ് പോണത്. പിന്നെ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ് മെയിനായിട്ട് നമ്മൾ എ പകരുക. അപ്പൊ നമുക്ക് അതിന് ഹൈജീന് പിന്നെ വാക്സിനേഷൻ ചെയ്യുക, പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡിക്വേറ്റ് ആയിട്ട് റെസ്റ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തായിരിക്കും ഇതിൽ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബിയിൽ നമുക്ക് ഇതേപോലെ ബോഡി ഫ്ലൂയിഡ് കൊണ്ട് കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടാണ് ബി നമുക്ക് വരുന്നത്. അത് ബ്ലഡ് സ്ക്രീനിങ് ചെയ്യാം, അല്ലെങ്കിൽ വാക്സിനേഷനോ കാര്യങ്ങളോ ചെയ്താൽ മാത്രമേ അത് പ്രിവെൻഷന് പറ്റുള്ളൂ. എന്നാൽ തന്നെ അതിന് കൃത്യമായിട്ട് മെഡിസിനും കാര്യങ്ങളും എടുത്താലേ മാത്രമേ അതിന് ബീൻ്റെ പ്രിവെൻഷനും കാര്യങ്ങളും പറയുള്ളൂ. പിന്നെ സിയും കൂടുതലായിട്ട് സിറിഞ്ചില് ബോഡി ഫ്ലൂയിഡ് ആ രീതിയിലൊക്കെയാണ്. പിന്നെ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്കും ആ രീതിയിലും വരാം. പക്ഷെ സി നമുക്ക് അത്രത്തോളം ഇതില്ല, പക്ഷെ വന്നാലും പോവാൻ ബുദ്ധിമുട്ടുള്ളതും സി തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഇതിൽ ഇത്ര ഉദ്ദേശിക്കണോളെ. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ പേരായിരുന്നു, ഫോമർലി അതിനെ അറിയപ്പെടുന്നത് ഇൻഫെക്ഷസ് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള രീതിയിലായിരുന്നു. എൻട്രോ വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കാണുന്നത് തന്നെയാണ്, മലൈസ്, ഫീവർ, നോസിയ, വോമിറ്റിംഗ്, ജോണ്ടിസ്. ഇതിന്റെ ഹെപ്പറ്റൈറ്റിസ് എന്റെ ഫീച്ചേഴ്സ് എന്താണെന്നൊന്നും ചോദിക്കൂല, കാരണം എന്താ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇപ്പൊ നമ്മൾ കാണപ്പെടുന്നതൊക്കെ ഹെപ്പറ്റൈറ്റിസ് സി ആണ്. മാൻ ആണ് അതിന്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. നമ്മൾ ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇൻക്യുബേഷൻ പീരീഡ് നമ്മൾ പറഞ്ഞാൽ 1 to 2 week, അല്ലെങ്കിൽ ഒരു 10 to 15 days, അത്രയും കുറച്ച് ആ ഒരു കാലയളവിലാണ് അതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷസ് ഹെപ്പറ്റൈറ്റിസ് ആണ് പേര്. ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിലോ അതിന് പറഞ്ഞിരുന്നത് സിറം ഹെപ്പറ്റൈറ്റിസ് എന്നാണ്, ഫോമർലി നോണസ് ആണ് കേട്ടോ, കാരണം മുന്നേ അതിനെ പറഞ്ഞിരുന്നതാണ് സിറം ഹെപ്പറ്റൈറ്റിസ്. അപ്പൊ ഈ രണ്ട് പേരുകൾ ആലോചിക്കുക, കാരണം ഹെപ്പറ്റൈറ്റിസ് ബി എപ്പോഴും ഏതെങ്കിലും സിറത്തിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ബ്ലഡ് ആവാം, അല്ലെങ്കിൽ വജൈന സെക്രേഷൻ ആവാം, സെമൻ ആവാം, ഇങ്ങനെ ഏതെങ്കിലും നമ്മുടെ ബോഡിയിലെ ഫ്ലൂയിഡ്സ് കൊണ്ട് സ്പ്രെഡിങ് ഉള്ളതുകൊണ്ടാണ് ഹെപ്പറ്റൈറ്റിസ് ബിനെ സിറം ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ടെൻഡൻസി ടു ലോങ് ഇൻക്യുബേഷൻ പീരീഡ് ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതവിടെ കുറെ കാലം നിൽക്കുന്നതുകൊണ്ട് ക്രോണിക് ലിവർ ഡിസീസുകൾക്ക് സാധ്യതയുണ്ട്, ക്യാൻസർ ഓഫ് ദി ലിവറിനൊക്കെ സാധ്യതയുണ്ട്.
കേസും കാരിയറും സോഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഗൾഫിലേക്കൊക്കെ പോകുന്ന സമയത്ത് HBS സ്റ്റേജിൽ ആണ് ഹെപ്പറ്റൈറ്റിസ് ബി പ്രസന്റ് ആണെങ്കിൽ ഈ വിസ ടിക്കറ്റ് കാര്യങ്ങൾ മെഡിക്കലൊന്നും ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ എന്താണ് കാരിയർ സ്റ്റേറ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അയാൾ എപ്പോൾ നോക്കുന്ന സമയത്തും അയാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ അയാൾക്ക് ഒരു സിംറ്റംസ് ഉണ്ടാവില്ല. അപ്പൊ ഈ കാരിയർ സ്റ്റേറ്റിലോട്ട് അവർക്ക് എന്താ സിംറ്റമാറ്റിക് ആണ്, അല്ലെങ്കിൽ അവരത് ഡിസീസ് സ്പ്രെഡിങ് ആണെന്നതുകൊണ്ട് അവർ മെഡിക്കൽ ക്ലിയർ ആവാറില്ല. അതാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് കാരിയർ സ്റ്റേറ്റ് ഉണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് 5 to 180 days. അതായത് നമ്മൾ ലോങ്ങർ ഇൻക്യുബേഷൻ പീരീഡും ലോങ്ങർ സിംറ്റമാറ്റിക് ആയിട്ടുള്ള സാധനമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് സി വല്ലാണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. കോമൺ കോസ് ഓഫ് പാരന്റലി ട്രാൻസ്മിറ്റഡ് ഹെപ്പറ്റൈറ്റിസ് സി ഇൻ മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം വേൾഡ് വൈഡ്. വേൾഡിൽ തന്നെ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ പാരന്റലി ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് ട്രാൻസ്മിഷൻ ചെയ്യുന്ന ഏറ്റവും കൂടുതലുള്ളൊരു ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് സി ആണ്. നമ്മൾ ഇന്ത്യയിലൊക്കെ വളരെ കുറവാണ്, പക്ഷെ വേൾഡ് വൈഡ് നോക്കുന്ന സമയത്ത് ഇത് ഇത്രയും കൂടുതൽ ഉണ്ട് പറയുന്നുണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് ഒരു 40 to 120 days വരെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ഇതാണ് ഇതിന്റെ ഒരു കോമൺ കോസ് ഓഫ് പാരന്റലി ട്രാൻസ്മിറ്റഡ് ഹെപ്പറ്റൈറ്റിസ്. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ അത് ഹെപ്പറ്റൈറ്റിസ് സി ആണ്. അപ്പൊ ഈ ABC എന്നുള്ളത് നോക്കുക. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷസ് ഹെപ്പറ്റൈറ്റിസ് ആണ്. അതാണ് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് പറഞ്ഞ സിംറ്റംസ് കാര്യങ്ങളുള്ളത് ഹെപ്പറ്റൈറ്റിസ് സി ആണ്. ഫീക്കോ ഓറൽ റൂട്ട് ആണ്. ബി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിറം ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അതും കോമൺ ആയിട്ട് നമ്മളിപ്പോൾ പറയുന്നത് ബ്ലഡ് ബോൺ അല്ലെങ്കിൽ സെക്ഷലി വെർട്ടിക്കലി ട്രാൻസ്മിഷൻ ആണ്. കുറച്ചും കൂടി ക്രോണിസിറ്റി കാണിക്കുന്നുണ്ട്. സി ആണ് ഒന്നും കൂടി ക്രോണിസിറ്റി കാണിക്കുന്നതും പാരന്റലി ട്രാൻസ്മിഷൻ ഉള്ളതും ഒക്കെ ഹെപ്പറ്റൈറ്റിസ് സി ആണ്. അതും ഇതേപോലെ കാർസിനോമ ലിവറിലേക്കും പിന്നെ ലിവറിന് ഓരോരോ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് ആണ്. ഇനി അടുത്തതാണ് അക്യൂട്ട് ഡയറിയൽ ഡിസീസ്. ഡയറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിക്വിഡ് സ്റ്റൂൾസ് മോർ ദാൻ 3 times per day പാസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ഡയറിയ എന്ന് പേരെടുത്ത് പറയാൻ പറ്റുന്നത്. ഒരു ലിക്വിഡ് സ്റ്റൂൾ ആയിരിക്കണം മോർ ദാൻ 3 times per day പാസ് ചെയ്യുന്നതാണ്. നമുക്കറിയാലോ എന്തൊക്കെയാണ് ഡയറിയ ഡിസീസ് കോസ് ചെയ്യാനുള്ള കാരണങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവുക, അത്ര ഇവിടെ പറയുന്നത്. അക്യൂട്ട് ഡയറിയൽ ഡിസീസ് അക്യൂട്ട് വാട്ടറി ഡയറിയ ആണെന്നുണ്ടെങ്കിൽ, അതായത് വെള്ളം പോലെ ഇങ്ങനെ ഒഴിച്ചോണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് സെവറൽ ഹവേഴ്സ് മുതൽ ഡേയ്സ് വരെ ചിലപ്പോൾ നീണ്ടു നിൽക്കാം. അതിന് കൂടെ ഇങ്ങനെ വെള്ളം കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുമ്പോൾ എന്തുണ്ടാവും, ഡീഹൈഡ്രേഷൻ, സ്വാഭാവികമായിട്ടും നിർജ്ജലീകരണം ഉണ്ടാവും. അതിന്റെ കൂടുതൽ തന്നെ കുറെ സമയം ഇങ്ങനെ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വെയിറ്റ് ലോസ് ഉണ്ടാകും. അപ്പൊ ഇത് ആരൊക്കെ ഇങ്ങനത്തെ കോസ് ചെയ്യുക, ഇങ്ങനത്തെ അക്യൂട്ട് വാട്ടറി ഡയറിയ കോസ് ചെയ്യുന്ന ആൾക്കാരാണ് വിബ്രിയോ കോളറ, ഇക്കോളൈ ബാക്ടീരിയ, റോട്ട വൈറസ്. ഇത് മൂന്നാണ് പ്രധാനമായിട്ടും അക്യൂട്ട് വാട്ടറി ഡയറിയ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. അക്യൂട്ട് വാട്ടറി ഡയറിയ ഉണ്ടാക്കുന്നത് കോമൺ ആയിട്ടും വിബ്രിയോ കോളറ, റോട്ട വൈറസ്, ഈക്കോളൈ ബാക്ടീരിയ ആണെന്നുള്ളത് നോക്കിയത്. ഇനി അക്യൂട്ട് ബ്ലഡി ഡയറിയ. വാട്ടറി ആണ് നമ്മൾ പറഞ്ഞ വെള്ളം പോലെ പോവാണ്. ബ്ലഡ് ആണെങ്കിലോ ബ്ലഡി ആയിട്ടുള്ള ഡയറിയാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. അതായത് ബ്ലഡും ഉണ്ട് പിന്നെ സ്റ്റൂളും കാര്യങ്ങളും ഒക്കെ പാടെ മിക്സ് ചെയ്ത് പോകുന്നതിനാണ് ഡിസെൻട്രി എന്ന് പറയാം. ഈ ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ ഇത് കോസ് ചെയ്യുന്നത് ആരാ, മെയിൻ ആയിട്ട് ഡിസെൻട്രി കോസ് ചെയ്യുന്നത് ഷിഗല്ലയാണ്. അപ്പൊ ഷിഗല്ലയാണ് മെയിൻ ആയിട്ടുള്ള അക്യൂട്ട് ബ്ലഡി ഡയറിയ അല്ലെങ്കിൽ ഡിസെൻട്രി കോസ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, ഡാമേജ് ടു ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ അല്ലെങ്കിൽ നമ്മൾ സെപ്സിസ്, മാൽന്യൂട്രീഷൻ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ്, ഇൻറ്റസ്റ്റൈൻ്റെ ഈ മ്യൂക്കോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുറിവുകളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടാണ് ബ്ലഡ് പോരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് എന്തെങ്കിലും രീതിയിൽ ഇൻഫെക്ഷൻ കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ ഒക്കെ ഉണ്ടാവും, ബോഡിയിൽ ന്യൂട്രീഷൻ ഒക്കെ കുറവാകുന്ന സമയത്താണ് ഈ ബ്ലഡി ഡയറിയ ഉണ്ടാവുക. അതിനാണ് ഡിസെൻട്രി എന്ന് പറയാം. ഷിഗല്ലയാണ് കോസ് ചെയ്യുന്നത്. ഇനി പേഴ്സിസ്റ്റന്റ് ഡയറിയ. പേഴ്സിസ്റ്റന്റ് ഡയറിയ എന്ന് പറഞ്ഞാൽ 14 days മേലെ ക്രോണിക് ആയിട്ട് ഡയറിയ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്നല്ലേ മാൽന്യൂട്രീഷന് അല്ലെങ്കിൽ എയ്ഡ്സ് പോലെയുള്ള അസുഖങ്ങൾ എന്നാണ് പറഞ്ഞത്. എയ്ഡ്സിന്റെ പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് പേഴ്സിസ്റ്റന്റ് ഡയറിയ. അതേപോലെ തന്നെ പേഴ്സിസ്റ്റന്റ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് വരും. പെട്ടെന്നല്ല, ഇങ്ങനെ കുറച്ച് സമയം കൊണ്ട് വെയിറ്റ് ലോസ് വരും. അതേപോലെ തന്നെ നിൽക്കാതെ ഡയറിയ ഉണ്ടാകുമ്പോഴാണ് എയ്ഡ്സ് ആണെന്ന് നോക്കുക. പിന്നെ ഡയറിയ വിത്ത് സിവിയർ മാൽന്യൂട്രീഷൻ. അപ്പൊ മാൽന്യൂട്രീഷൻ നമ്മൾ മുന്നേ പഠിച്ചല്ലോ, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനിലായിരിക്കും പഠിച്ച മരാസ്മസ്, കോശിയോർക്കർ. അപ്പൊ അതേപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള മാൽന്യൂട്രീഷനിൽ ഡയറിയയിലാണ് മരാസ്മസ്, കോശിയോർക്കർ എന്നുള്ളത് നോക്കുക. ഇനി നമ്മൾ ഇപ്പോൾ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ ട്രാൻസ്മിഷൻ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും ഫീക്കോ ഓറൽ റൂട്ട് തന്നെയായിരിക്കും. ഫീക്കസിന് പിന്നെ നമ്മൾ എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ കണ്ടാമിനേറ്റ് ചെയ്ത് ഓറലിൽ എടുക്കുന്ന സമയത്താണ് ഫീക്കോ ഓറൽ റൂട്ട് എന്നുള്ള ഇതിന് ട്രാൻസ്മിഷൻ വരുന്നത്. അപ്പോൾ അക്യൂട്ട് വാട്ടറി ഡയറിയയിൽ നമുക്ക് മെയിനായിട്ട് പറയുന്നത് വിബ്രിയോ കോളറ, റോട്ട വൈറസ്. ബ്ലഡി ഡയറിയ ആണെങ്കിൽ ഡിസെൻട്രി ആണ് അതിന് പറയാം, ഷിഗല്ലയാണ്. പെർസിസ്റ്റന്റ് ഡയറിയ എയ്ഡ്സ്. അല്ലെ WHO ORSന്റെ കോൺസെൻട്രേഷൻ എന്തായാലും അറിഞ്ഞിരിക്കുക. ഇതിലേതെങ്കിലും ഒന്നിന്റെ കോൺസെൻട്രേഷൻ ചോദിക്കാം ചെയ്തു നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. സോഡിയം ക്ലോറൈഡ് എപ്പോഴും 2.6 gram ആണ് പറയുന്നത്. അതേപോലെ തന്നെ
അതിന്റെ കൂടെ തന്നെ ട്രൈസോഡിയം സിട്രേറ്റ് നോക്കുക 2.9 ഗ്രാം ആണ്. പൊട്ടാസ്യം ക്ലോറൈഡ് ആണെങ്കിൽ 1.5 ആണ്. പിന്നെ ഗ്ലൂക്കോസ് 13.5 ആണ്. 1 ലിറ്റർ വാട്ടറിലാണ് നമ്മൾ ഈ കോൺസെൻട്രേഷൻ പറയുന്നത്. ഏതെങ്കിലും ഒന്ന് വെച്ചാലും മതി, പക്ഷെ മില്ലിയോസ്മോൾ പെർ മോൾ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ടിയിരിക്കും ചെയ്യരുത്. ഗ്രാമാണ് കൂടുതലായിട്ട് നമുക്ക് ചോദിക്കാറുള്ളത്. 1 ലിറ്റർ വാട്ടറിൽ 13.5 ഗ്രാം ഗ്ലൂക്കോസും 2.9 ട്രൈസോഡിയം സിട്രേറ്റും സോഡിയം ക്ലോറൈഡ് 2.6ഉം പൊട്ടാസ്യം ക്ലോറൈഡ് 1.5. അപ്പൊ ഈ ഒരു റേഷ്യോയിലാണ് നമ്മളെപ്പോഴും ഈ ഒരു ORSന്റെ ഫോർമാറ്റ് ഉണ്ടാക്കുന്നത്. ഇനി എന്താണ് കോളറ? ഇപ്പൊ നമ്മൾ ഡയറിയ എന്താണ് പറഞ്ഞാൽ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് പറഞ്ഞ പോലെ തന്നെ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ് ഡിസീസ് കോസ്ഡ് ബൈ കോളറ വിബ്രിയോസ്. റിപ്പീറ്റഡ് ആയിട്ട് പർച്ചിങ്ങും വോമിറ്റിങ്ങും. പർച്ചിങ് എന്ന് പറഞ്ഞാൽ വയറ്റിന്ന് ലൂസായിട്ട് പോവുക, വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ഇതായിട്ട് വോമിറ്റ് വരിക. അപ്പൊ ഈ രണ്ട് രീതിയിലും വരുമ്പോഴാണ് രണ്ടും ഉണ്ടാവും. അപ്പോൾ ഒരു ഭാഗത്ത് വോമിറ്റിംഗ് ഉണ്ടാവും, മറ്റേ ഭാഗത്ത് ലൂസ് സ്റ്റൂൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? കോളറ. അക്യൂട്ട് ഇൻഫെക്ഷസ് ഡിസീസ് ആണ് കോസ്ഡ് ബൈ കോളറ വിബ്രിയോസ്. ഡിസീസ് ഇതിനൊരു 7th പാൻഡമിക് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതായത് പാൻഡമിക്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 7th പാൻഡമിക് ആയിട്ട് വരെ കോളറ വന്നിട്ടുണ്ട്. കോളറ വന്നിട്ട് ഭയങ്കര കുറേ ഡെത്തും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഡീഹൈഡ്രേഷൻ ആയിരിക്കും. പിന്നെ നമുക്കത് സ്പ്രെഡിങ്ങും ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഈ വൈറസും ആണ്. പിന്നെ ഒരാളെ ഫീക്കസും കാര്യങ്ങളും അവിടെ സ്പ്രെഡിങ് ഉണ്ടെങ്കിൽ ഭയങ്കര പെട്ടെന്ന് വെള്ളത്തിലൂടെയും കാര്യങ്ങളൊക്കെ സ്പ്രെഡിങ് കൂടുതലാണ്. അപ്പൊ ക്ലാസിക്കൽ വിബ്രിയോ അല്ലെങ്കിൽ ക്ലാസിക്കൽ കോളറ വിബ്രിയോസ് എന്ന് പറഞ്ഞാൽ EL-TOR വിബ്രിയോസ് എന്ന് പറഞ്ഞൊരു ടൈപ്പാണ് കോസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. സോഴ്സ് പറയുന്നത് കേസും കാരിയറും സോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ സ്പ്രെഡും വളരെ കൂടുതലായിരിക്കും. ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റൂൾ ആവാം അല്ലെങ്കിൽ വോമിറ്റ് ആവാം. പർച്ചിങ്ങും ഉണ്ട് വോമിറ്റിംഗ് ഉണ്ടോണ്ട് അത് രണ്ടും ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ ആണ്. നമ്മൾ കാരിയർ സ്റ്റേറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇൻക്യുബേറ്ററി കാരിയർ, കൺവാലസന്റ് കാരിയർ, കോണ്ടാക്ട് ഹെൽത്തി കാരിയർ, ക്രോണിക് കാരിയർ, എല്ലാ ടൈപ്പ് കാരിയറും ഉള്ള ഒരു ഡിസീസ് ആണ് കോളറ എന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ തന്നെ നോക്കി വെക്കാം. ഈ ഇൻക്യുബേറ്ററി, കൺവാലസന്റ്, കോണ്ടാക്ട് ഹെൽത്തി കാരിയർ എല്ലാം കാണിക്കുന്ന ഒരു ടൈപ്പാണ് കോളറ എന്നുള്ള 3 ടൈപ്പ് ഓഫ് കാരിയറും പ്രസന്റ് ആണ് കോളറയിൽ. കോളറിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണ് റൈസ് വാട്ടറി സ്റ്റൂൾ. കഞ്ഞിവെള്ളം പോലെ അല്ലെങ്കിൽ ഇങ്ങനെ അത്രയും ഫ്രീ ആയിട്ട് പോകുന്ന ഒരു സ്റ്റൂളിനാണ് നമ്മൾ റൈസ് വാട്ടർ സ്റ്റൂൾ എന്ന് പറയാം. അപ്പൊ അത് ഇതിലാണ് കാണിക്കുക? കോളറ. കോളറയിൽ റൈസ് വാട്ടറി സ്റ്റൂളും കോളറ വിബ്രിയോസ് ആണ് ഡിസീസ് കോസ് ചെയ്യുന്നതെന്നുള്ളതും കിട്ടണം. ഇനി ഇത് ഇങ്ങനെ തന്നെ നോക്കി വെക്കാം. ഇത് ഇങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കോളറ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഡിസിൻഫെക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത്. സ്റ്റൂളും വോമിറ്റും ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് 5% ക്രസോളോ ലൈസോളോ അല്ലെങ്കിൽ 30% ബ്ലീച്ചിങ് പൗഡർ സൊല്യൂഷൻ ആണ് നമ്മൾ ഇതിൽ സ്റ്റൂളും അല്ലെങ്കിൽ വോമിറ്റും ആണെന്നുണ്ടെങ്കിൽ ഡിസിൻഫെക്ഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഇവരെ ഡ്രസ്സും കാര്യങ്ങളും ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ 2.5% ക്രസോളും അതേപോലെ 30 മിനിറ്റിൽ ഇട്ട് വെക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ക്ലോത്തിൻ്റെത് പറയുന്നത്. റൂം ഡിസിൻഫെക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാളിനെ നമ്മൾ അപ് ടു 3 feet എങ്കിലും ഇത് അപ്ലൈ ചെയ്യണം. 5% ക്രസോളാണ് അപ്ലൈ ചെയ്യുന്നത്. ഫീഡിങ് കുക്കിംഗ് വെസൽസ് ഒക്കെ തന്നെ ബോയിലിംഗ് വാട്ടറിൽ ഒരു 15 മിനിറ്റ് എങ്കിലും ഇട്ട് വെക്കണം. പിന്നെ കോളറ വാക്സിൻ ഉപയോഗിക്കാം. സബ്ക്യൂട്ടേനിയസ് ആയിട്ട് 2 ഡോസ് ആണ് നമ്മൾ അതിന്റെ പ്രിവെൻഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ സ്റ്റൂളും വൊമിറ്റും ആണ് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യനിൽ കണ്ടത്. ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് ദി 5%, എത്ര സ്റ്റൂളാണോ അല്ലെങ്കിൽ എത്ര വൊമിറ്റ് ആണോ അതിന്റെ തന്നെ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ 5% ക്രസോളോ ലൈസോളോ എടുക്കാം, അല്ലെങ്കിൽ 30% ബ്ലീച്ചിങ് പൗഡർ സൊല്യൂഷൻ ആഡ് ചെയ്യാം. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഇനി ഫുഡ് പോയ്സണിങ്. ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഫുഡ് പോയ്സണിങ് ഉണ്ടാവും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഫുഡ് പോയ്സണിങ് പ്രസന്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. നോൺ ബാക്ടീരിയൽ ആയിട്ട് ഫുഡ് പോയ്സണിങ് ഉണ്ടാവും. അതെങ്ങനെ നമ്മൾ പറയാം? കെമിക്കൽ പോയ്സണിങ്, ആഴ്സനിക്, അങ്ങനത്തെ എങ്ങനെ ആ രീതിയിലുള്ള ഫുഡ് പോയ്സണിങ്. ആഴ്സനിക് ഒരുപാട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കാം. അത് ബാക്ടീരിയൽ അല്ലല്ലോ. പിന്നെ ബാക്ടീരിയൽ ആയിക്കൊണ്ട് നമുക്ക് ഏതൊക്കെ ഉണ്ടാക്കാം? സാൽമണല്ല, സ്റ്റെഫൈലോകോക്ക്, ബോട്ടുലിസം, ഇങ്ങനെ കുറെ ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കും. സാൽമണല്ല നമ്മൾ എടുത്ത് വീണ്ടും പറയുന്നുണ്ട്, നമ്മൾ ടൈഫോയിഡിലൊക്കെ പറയില്ലേ, അപ്പൊ അതേ രീതിയിൽ സാൽമണല്ല പോയ്സണിങ് ആണെങ്കിൽ 12 to 14 hours സാൽമണല്ല പോയ്സണിങ് അതിന്റെ പ്രസന്റേഷൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ പ്രസന്റേഷൻ എന്തൊക്കെയായിരിക്കും? നോസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ, ഡയേറിയ, ഇങ്ങനത്തെ ഒരു ടൈഫോയിഡിൽ നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള നോസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ, ഡയേറിയ, ഇങ്ങനെ എല്ലാ രീതിയിലുള്ള പ്രസന്റേഷൻ ഉണ്ടാവും സാൽമണല്ലയിലും. സ്റ്റഫൈലോകോക്കെ എന്ന് പറയുന്ന സമയത്ത് എൻട്രോടോക്സിൻ ആണ്. അല്ലെങ്കിൽ അതൊരു 1 to 6 hours ഉണ്ട്, അല്ലെങ്കിൽ 2 to 4 hours ഉണ്ട് അതിന്റെ സിംറ്റംസ് പ്രസന്റ് ചെയ്യാം. മറ്റേ നമ്മളൊരു ഭക്ഷണം എടുത്തിട്ട് സാൽമണല്ല ആണെങ്കിൽ നമുക്കൊരു ഹാഫ് ഡേ, ഒരു ഡേയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാഫ് ഡേ അല്ലെങ്കിൽ ഒരു 1 day ഒക്കെ ആയിട്ടാണ് അതിന്റെ സിംറ്റംസ് കിട്ടുക. സ്റ്റെഫൈലോകോക്കസ് ഈവൻ 1 hour ഉണ്ട് അല്ലെങ്കിൽ 2 hour ഉണ്ട് അതിന്റെ സിംറ്റംസ് പ്രസന്റ് ചെയ്യും. കാരണം എന്താ? എൻട്രോടോക്സിൻ ആണ്. അപ്പൊ നമ്മുടെ ബോഡിയിലേക്ക് ടോക്സിൻ കൊണ്ടാണ് നമ്മൾ കയറുന്നത്. അപ്പൊ കയറുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നായിട്ട് സിംറ്റംസ് കാര്യങ്ങൾ പ്രസന്റ് ആവും.
ബോട്ടുലിസം എന്ന് പറഞ്ഞാൽ എക്സോടോക്സിൻ ആണ്. അപ്പൊ അവിടെ നമ്മൾ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനി നല്ലതാണ് ഡിസീസ് കോസ് ചെയ്യുന്നത് ഓർഗാനിസം. നമ്മൾ കാൻഡ് ഫുഡ്, വെജിറ്റബിൾസ്, ബോട്ടിൽ, ഫിഷ് അങ്ങനത്തെ ആകുമ്പോൾ നമ്മൾ പറയും നൊരയും പതയും വന്ന് അങ്ങനെ ഒരു പദപത വന്നിട്ടുണ്ടാവുമല്ലോ ഈ ഫിഷിന്റെ ഒക്കെ ക്യാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ആകുമ്പോൾ അത് ഓപ്പൺ എന്താണ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ അങ്ങനത്തെയിലാണ് മെയിനായിട്ട് ബോട്ടുലിസം അല്ലെങ്കിൽ എക്സോടോക്സിൻ. ഇത് പെട്ടെന്ന് പാരാലിസിസിലേക്കാണ് നയിക്കുക. നമ്മൾ അങ്ങനത്തെ എടുക്കുന്നു, അതോടുകൂടി തന്നെ ക്ലോസ്ട്രിഡിയം ബോട്ടുലിസം എന്ന് പറഞ്ഞത് പാരാലിസിസ് പെട്ടെന്ന് തന്നെ ഒരു വീക്ക്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്, അല്ലാണ്ട് ഈ വൊമിറ്റിങ്, ഡയറിയ അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഡെത്തിന് ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ സ്റ്റെഫൈലോകോക്ക് നമ്മളൊരു ഫുഡ് പോയ്സണിങ് എടുത്താൽ നമുക്കറിയാം, നമുക്ക് വൊമിറ്റിംഗ് വന്നു, അല്ലെങ്കിൽ ഛർദി, അതിന്റെ കൂടെ വയറ്റിന്ന് നല്ലോണം പോവുക, ക്ഷീണം, പനി. അപ്പൊ ആ സമയത്തേക്ക് നമുക്ക് ആൽസാൾബ് നട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റിസൾട്ട് കിട്ടാൻ സമയമുണ്ട്. ബോട്ടുലിസത്തിന് അങ്ങനെയല്ല. അത് നമ്മൾ പറഞ്ഞ രീതിയിൽ പെട്ടെന്ന് അങ്ങോട്ട് പാരാലിസിസിലേക്കും, റെസ്പിറേറ്ററി പാരാലിസിസ് അല്ലെങ്കിൽ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ പാരാലിസിസ് വന്ന് പെട്ടെന്ന് ഡെത്ത് ഉണ്ടാവുക ചെയ്യും. അപ്പൊ അതാണ് അതിന്റെ ഡിഫറൻസ്. പിന്നെ ടൈഫോയിഡ് ഫീവർ. ടൈഫോയിഡ് ഫീവർ അല്ലെങ്കിൽ എൻഡറിക് ഫീവർ എന്ന് പറയും. അതിന്റെ ടൈപ്പിനെ നമ്മൾ പറഞ്ഞ രീതിയിൽ സാൽമണല്ല ടൈഫി, പാരാടൈഫി ആണ് അതിന്റെ ഡിസീസ് പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പേഷ്യന്റും ഉണ്ട്, കാരിയറും ഉണ്ട്. നമ്മൾ ടൈഫോയിഡ് മാരീന്റെ കഥ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ പറഞ്ഞു. അതാണ് പ്രധാനമായിട്ടും ഈ കാരിയർ സ്റ്റേറ്റ് കൊണ്ട് നടക്കുന്ന ഒരു ടൈപ്പ്. അപ്പൊ അവരെ ഫുഡിലൂടെ കൊടുത്ത എല്ലാവർക്കും ഈ ഡിസീസ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെയാണ് സോഴ്സ് ഓഫ് പേഷ്യന്റ് ഉണ്ടാവും, അതേപോലെ തന്നെ കാരിയർ സ്റ്റേറ്റ് ഭയങ്കരമായിട്ട് പ്രസന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ടൈഫോയിഡ്. ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ ഓഫ് കോഴ്സ് അവരുടെ ഫീക്കസും യൂറിനും ഇൻഫെക്റ്റീവ് ആണ്. ഇൻഫെക്റ്റീവ് പീരീഡ് ആസ് ലോങ് ആസ് ദ ബാക്ടീരിയ പ്രസന്റ് ഇൻ യൂറിൻ ആൻഡ് ഫീക്കസ്. എത്ര കാലത്തോളം ബാക്ടീരിയ യൂറിനിലും ഫീക്കസിലും പ്രസന്റ് ആണോ അത്രയും കാലം ഇവർ ഇൻഫെക്റ്റീവ് ആണ്. അറിയാണ്ട് ഇവർ കാരിയർ ആയതുകൊണ്ട് തന്നെ ഇവരത് കൊണ്ടു നടക്കുക ചെയ്യാം. പിന്നെ ഇൻക്യുബേഷൻ പീരീഡ് നമ്മൾ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ തന്നെ 7 to 28 days, അല്ലെങ്കിൽ ഒരു 1 month, 1 week മുതൽ 1 month വരെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ഈ 4 പോയിന്റുകൾ നമുക്ക് ടൈഫോയിഡ് ഫീവറിനെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും വായിൽ കിട്ടണം. സ്റ്റെപ്പ് ലാഡർ ഫീവർ, പീസൂപ്പ് ഡയറിയ, റിലേറ്റീവ് ബ്രാഡിക്കേഡിയ ആൻഡ് റാഷ് സെക്കൻഡ് വീക്ക് ഓഫ് ദി ഡിസീസ്. സ്റ്റെപ്പ് ലാഡർ ഫീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പനി ഉണ്ടാവും, പിന്നെ നമുക്കൊരു കുറച്ച് സമയം പനിയില്ലാതെ നിൽക്കും, പിന്നെ അതിശക്തമായിട്ട് വീണ്ടും പനി. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പനി വരുന്നതിനാണ് നമ്മൾ സ്റ്റെപ്പ് ലാഡർ ഫീവർ എന്ന് പറയും. അതേപോലെ തന്നെ പീസൂപ്പ് ഡയറിയ. പീസൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പീസൂപ്പിന്റെ പോലെ ഇങ്ങനെ ആ ഒരു ടൈപ്പിലുള്ള ഡയറിയാണ് വരിക. പക്ഷെ ഇങ്ങനെ പേരുകൾ നിർബന്ധമാണ്. പീസോപ്പ് ഡയറിയ നമ്മൾ ഏതിലാ കാണിക്കുക? ടൈഫോയിഡ് ഫീവറില്. റൈസ് വാട്ടർ സ്റ്റൂൾ ഏതിലാ കാണിക്കുക? നമ്മൾ കോളറയില്. അങ്ങനെ പറഞ്ഞു പഠിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ എല്ലാ ഫീവറിലും നമുക്ക് ടാക്കികാർഡിയാണ് കിട്ടുക, എക്സെപ്റ്റ് ഇൻബ്ര ടൈഫോയിഡ് ഫീവർ. ടൈഫോയിഡിൽ മാത്രമാണ് നമുക്ക് റിലേറ്റീവ് ബ്രാഡികാർഡിയ. നമുക്ക് ഫീവർ ഉണ്ടെങ്കിൽ കൂടെ ബ്രാഡികാർഡിയാണ് ഹാർട്ട് റേറ്റ് ഒക്കെ കുറയുകയും ചെയ്യും. റാഷ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു പിങ്ക് പാപ്പുലർ റാഷ് ആയിട്ട് നമ്മൾ സെക്കൻഡ് വീക്ക് ഓഫ് ദി ഡിസീസ്, ഈ ഡിസീസിന്റെ സെക്കൻഡ് വീക്കിൽ നമ്മളെ ട്രങ്കിലും ഒക്കെ തന്നെ ഈ വയറിന്റെ ഭാഗങ്ങളിൽ, അതേപോലെ നെഞ്ഞിന്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ ഒരു റാഷ് പൊന്നും. അതൊരു പിങ്ക്, ഒരു റോസ് കുത്തായിട്ട് ഇങ്ങനെ പോവുക. അപ്പൊ അതൊരു ടൈഫോയിഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. സ്റ്റെപ്പ് ലാഡർ ഫീവർ, പീസൂപ്പ് ഡയേറിയ, അതേപോലെ റിലേറ്റീവ് ബ്രാഡികാർഡിയ, റാഷ് സെക്കൻഡ് വീക്ക് ഓഫ് ദി ഡിസീസിൽ സാൽമണല്ല ടൈഫി, പാരാടൈഫി ആണ് ടൈഫോയിഡ് ഫീവർ കോസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പേഷ്യന്റും കാരിയറും അതിന്റെ സോഴ്സ് ആണ്. ഫീക്കസും യൂറിനും ആണ് ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ. ഇനി അസ്കാരിയാസിസ്. അസ്കാരിയാസിസ് എന്ന് പറഞ്ഞാൽ അറിയാം, റൗണ്ട് വേം ആണ്. അപ്പർ പാർട്ട് ഓഫ് ദി സ്മാൾ ഇൻഡസ്ട്രിയിലാണ് മെയിൻ ആയിട്ട് ഇത് കോസ് ചെയ്യുന്നത്. ഫീമെയിൽസ് ആണ് ഫീക്കസിലൂടെ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് സോയിലിലേക്കും വെജിറ്റബിൾസിലൊക്കെ തന്നെ എഗ് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. മെയിൻ ആയിട്ട് ഇതിന്റെ സിംറ്റംസ് ആയിട്ട് അർട്ടിക്കേരിയ ആയിട്ട് വരാം, അല്ലെങ്കിൽ അബ്ഡോമിനൽ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക. വേമിന്റെ പ്രസൻസിൽ ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് കിട്ടാം. ഡയഗ്നോസിസ് ആയിട്ട് നമ്മൾ ഫൈൻഡിങ് ഓവ നമ്മൾ സ്റ്റൂൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് സ്റ്റൂളിൽ നമുക്ക് ഓവ കാണുകയാണെങ്കിൽ ഇത് അസ്കാരിയസിൻ്റെതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പർ പാർട്ട് ഓഫ് ദി സ്മാൾ ഇൻഡസ്റ്റൈനിലാണ് ഇതിന്റെ ഒരു വാസസ്ഥലം നിലനിന്ന് അറിയിക്കും. പിന്നെ ആൻസൈലോസ്റ്റോമിയാസിസ്. ആൻസൈലോസ്റ്റോമിയാസിസിനെ നമ്മൾ ഹുക്ക്വേം എന്നാണ് പറയാം. മറ്റേ അസ്കാരിയാസിസിനെ റൗണ്ട് വേം എന്ന് പറയുന്ന പോലെ ഇതിനെ ഹുക്ക്വേം എന്നാണ്. അപ്പൊ 2 ടൈപ്പാണുള്ളത്. ആൻസൈലോസ്റ്റോമ ഡിയോഡനയിലുണ്ട്, നെക്കേറ്റർ അമേരിക്കാനസും. മ്യൂക്കോസ് ഓഫ് ദി സ്മാൾ ഇൻഡസ്റ്റൈനിലാണ് ഇത് മെയിൻ ആയിട്ട് കാണിക്കുക. അത് തന്നെ നമ്മൾ ജജുനത്തിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആൻസൈലോസ്റ്റോമിയാസിസിൽ ജജുനത്തിലാണ് കൂടുതലായിട്ട് കാണിക്കുക. ഇതിന്റെ ഇൻഫെക്റ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ ലാർവയാണ്. ആൻസൈലോസ്റ്റോമിയാസിസിന്റെ ലാർവയാണ് ഇൻഫെക്റ്റീവ് ഫോം ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഇൻഡസ്റ്റൈനും ഒക്കെ തന്നെ ഒരു സ്മാൾ അൾസേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പൊ സ്മാൾ അൾസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ അൾസർ ഓരോ ഇൻഡസ്റ്റൈനിലും ഓരോ പാർട്ടിലും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ക്രോണിക് ആയിട്ടുള്ള ബ്ലഡ് ലോസ് ഉണ്ടാക്കാൻ വളരെ സാധ്യതയുണ്ട്. അപ്പൊ സ്റ്റൂളിലൂടെ സ്ഥിരമായിട്ട് ബ്ലഡിന്റെ ലോസ് ഉണ്ടെങ്കിൽ ഇതാണോ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ആൻസൈലോസ്റ്റോമിന്റെ പ്രസൻസിലാണ് സാധാരണ ബ്ലഡ് ലോസ് കാര്യമായിട്ട് കാണിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ബ്ലഡ് ലോസ് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്തുണ്ടാവും? അയൺ ഡെഫിഷ്യൻസി, അനീമിയ ഉണ്ടാകും, എഡിമ ഉണ്ടാകും, പിന്നെ ഹാർട്ടിന് ഫെയിലർ ഉണ്ടാകും,
അതേപോലെ ബോഡിക്ക് റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കുറയും, ഇമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ കുറയും. അപ്പൊ മ്യൂക്കോസ് ഓഫ് ദി ജെജുനത്തിലാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലും മ്യൂക്കോസ് ജെജുനത്തിലാണ് കാര്യമായിട്ട് ആൻസൈലോസ്റ്റോമ കാണിക്കുന്നത്. ലാർവയാണ് ഇൻഫെക്റ്റീവ് ഫോം മെയിനായിട്ട്, പിന്നെ ക്രോണിക് ആയിട്ട് ബ്ലഡ് ലോസ് ഉണ്ടാക്കാനുള്ള സാധ്യത. ഇനി അടുത്ത ടൈപ്പാണ് ഡെങ്കു സിൻഡ്രോം. അപ്പൊ നമ്മള് വെക്ടർ അല്ലെങ്കിൽ ഇനി നമ്മൾ പഠിക്കുന്നൊക്കെ മൊസ്കിറ്റോ ബോൺ ഡിസീസാണ്. അപ്പോൾ മൊസ്കിറ്റോയിൽ നമ്മൾ മൊസ്കിറ്റോ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ എപ്പിഡമോളജിയിൽ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് മൊസ്കിറ്റോ എങ്ങനെയൊക്കെയാണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ആ പാർട്ടുകളൊന്നും ഇവിടെ അധികം ഞാൻ പറയുന്നില്ല. ഡെങ്കു എന്ന് പറഞ്ഞാൽ ഏതാ കോസ് ചെയ്യുന്നത്? ആർബോ വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. വെക്ടർ ഈഡിസ് ഈജിപ്റ്റ് അല്ലെങ്കിൽ ആൽബോപിക്ടസ് ആണ് കൂടുതൽ. അതിലും ഈഡിസ് ഈജിപ്റ്റ് ആണ് നമ്മൾ ഡെങ്കു ഫീവർ പ്രധാനമായിട്ട് കോസ് ചെയ്യുന്നത്. 3 ടൈപ്പാണ് അതിന്റെ ഡിസീസ് പറയുന്നത്. ക്ലാസിക്കൽ ഡെങ്കു ഫീവർ ഉണ്ട്, ഡെങ്കു ഹെമറേജിക് ഫീവർ വിത്തൗട്ട് ഷോക്കും, ഡെങ്കു ഹെമറേജിക് ഫീവർ വിത്ത് ഷോക്കും. ഷോക്കില്ലാതുമില്ല ഷോക്കില്ലാത്തതുകൊണ്ട് ക്ലാസിക് ആയിട്ട് ഡെങ്കു ഫീവർ എന്ന് മാത്രമാണ്. അപ്പൊ ഡെങ്കു ഫീവറിനെ നമ്മൾ ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയും. എല്ല് മുറിയുന്ന വേദനയാണ് അതിനുണ്ടാവുക. മാൻ മൊസ്കിറ്റോ മാൻ എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. മാൻ എന്ന മൊസ്കിറ്റോക്ക് പിന്നെ അത് മൊസ്കിറ്റോ വീണ്ടും മാനിലേക്ക് കൊടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡിങ് ഉണ്ടാവും. അതിന്റെ കൂടുതൽ തന്നെ പിന്നെ ഡെങ്കു ഹെമറേജിക് ഫീവർ ആകുന്ന സമയത്ത് സ്കിന്നിലെ ഡിസീസുകളും കൂടി ഇറപ്ഷൻസ് കാര്യങ്ങളും കൂടി കാണിക്കും. അപ്പൊ നമ്മള് Aedes mosquito infective by feeding on a patient from the day before onset to the 5th day of the illness. നമ്മൾക്ക് ഡിസീസ് വരുന്നതിന്റെ മുന്നേ മുതൽ ഒരു 5th day ഓഫ് ദി ഇൽനസ് വരെ ഈ മൊസ്കിറ്റോ എന്തായിരിക്കും, ഈ നമ്മളിപ്പോ ബ്ലഡ് എടുത്തിട്ടുണ്ടാവുമല്ലോ, ഈഡിസ് മൊസ്കിറ്റോ എന്ന് പറഞ്ഞത് ഒരു പേഷ്യന്റിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ മൊസ്കിറ്റോ ഓൾറെഡി ഡിസീസ്ഡ് അല്ല. എന്നിട്ട് ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഒരു 8 to 10 days മൊസ്കിറ്റോ നിന്നതിന് ശേഷം അതിലൊരു ഇൻഫെക്റ്റീവ് ആയിട്ട് മാറും. ഈ മൊസ്കിറ്റോ ഇൻഫെക്റ്റീവ് ആയിട്ട് മാറും. പിന്നെ ഇത് ഇൻഫെക്ഷൻ അടുത്ത ആൾക്ക് കൊണ്ടുപോയിട്ട് കുത്തും. ഇത് അടുത്താളെ കൊണ്ടുപോയിട്ട് എന്താണ് മൊസ്കിറ്റോ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ രീതിയിലാണ് ഇതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേ പോകും. ഡെങ്കു ഹെമറേജിക് ഫീവർ എന്ന് എടുത്ത് പറയുന്ന സമയത്ത് ഒരു മാക്കുലോ പാപ്പുലർ റാഷ് പ്രസന്റ് ആയിരിക്കും. അതൊരു റുബെല്ലിഫോം ടൈപ്പ് ആയിരിക്കും. റുബെല്ലിഫോം എന്ന് പറഞ്ഞാൽ റുബെല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മീസിൽസിന്റെ ടൈപ്പിൽ എങ്ങനെയാണ് ഇതുണ്ടാവുന്നത്, അതേ ആ ഒരു ടൈപ്പിലാണ് ഇവിടെ മാക്കുലോ പാപ്പുലർ റാഷ് പ്രസന്റ് ആവും. ഞാൻ പറഞ്ഞ ചെറിയൊരു പിങ്ക് തരികളായിട്ട് അല്ലെങ്കിൽ മണത്തരികൾ പോലെ റാഷസ് ആയിരിക്കും ഉണ്ടാവും. അപ്പൊ അത് ചെസ്റ്റിലും നെഞ്ചത്തും കാര്യത്തൊക്കെ കൂടുതൽ പ്രസന്റ് ആയിരിക്കും. അങ്ങനെ കാണുമ്പോഴാണ് ഡെങ്കു ഹെമറേജിക് ഫീവർ എന്ന് പറയും. ഹെമറേജിക് ആയിട്ടുള്ള സ്പോട്ട് ഉണ്ടാവും. പിന്നെ ഇതിന്റെ സിംറ്റംസ് ആയിക്കൊണ്ട് ഹൈ ഫീവർ ആയിരിക്കും, ഫേഷ്യൽ ഫ്ലഷിംഗ് ആണ് ഭയങ്കര സിംറ്റംസ് ഉണ്ടാകുക, ഭയങ്കര ചുമന്ന് തൊടിച്ച്, അതേപോലെ കണ്ണിലൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും, ഹെഡ് ഏക്ക് ഉണ്ടാകും, വിശപ്പില്ലായ്മ ഉണ്ടാകും, വൊമിറ്റിംഗ് ഉണ്ടാകും, അബ്ഡോമിനൽ പെയിൻ ഒക്കെ ഉണ്ടാകും. പിന്നെ റൈറ്റ് കോസ്റ്റൽ മാർജിന്റെ സ്ഥലത്തൊക്കെ ഭയങ്കര നെഞ്ഞിന്റെ ഭാഗത്തൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. അതേപോലെ തന്നെ ജനറലൈസ്ഡ് ആയിക്കൊണ്ട് ഒരു അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും. അതൊക്കെ ഒരു കോമൺ സിംറ്റംസ് ആണ്. ക്ലാസിക്കൽ ഡെങ്കു ഫീവറിനെയാണ് നമ്മൾ ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയുന്നത്, എല്ല് മുറിയുന്ന രീതിയിലുള്ള വേദന. നമ്മൾ യൂപ്പറ്റോറിയം എന്നുള്ള മെഡിസിൻ ഉണ്ട് നമുക്ക്. അപ്പൊ ഈ മെഡിസിനിൽ നമ്മൾ കൃത്യമായിട്ട് ഇതേ രീതിയിൽ തന്നെയാണ് പറയുന്നത്. പെയിന് ബൈ ഫീവർ, അതേപോലെ ഭയങ്കര ചില്ലിനെസ് ആയിരിക്കും, പിന്നെ അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ. അപ്പൊ അത് തന്നെയാണ് ഈ എന്താണ് പനി വരുമ്പോൾ ഭയങ്കര കുളിരിന്റെ കൂടെ ഭയങ്കര വേദന മാറുമ്പോൾ വീണ്ടും കുളിർ, ആ ഒരു രീതിയിൽ ഇങ്ങനെ സൈക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ യൂപ്പറ്റോറിയം പറയുന്ന രീതിയിൽ തന്നെയാണ് നമ്മളെ ഡെങ്കുവിന്റെ സിംറ്റംസ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ ഇപ്പൊ അതൊക്കെ. അപ്പൊ ഡെങ്കുവിന് നമ്മൾ ഒരു മാക്കുലർ പാപ്പുലർ റാഷ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെങ്കു ഹെമറേജിക് ഫീവറിലാണ്. ഈഡിസ് ഈജിപ്തി ആണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. ആർബോ വൈറസ് ആണ് ഇതിന്റെ ഒരു വൈറസ് ആയിട്ടുള്ള ഫാക്ടർ പറയുന്നത്. ഇനി അടുത്തത് മലേറിയ. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കണം. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിന്റെ കൂടെ ഉണ്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് മലേറിയ ഇതേപോലെ തന്നെ ഒരു മൊസ്കിറ്റോ ബോൺ ഫെബ്രൈൽ ഡിസീസ് ആണ്. മലേറിയൻ പാരസൈറ്റ് ആയിക്കൊണ്ടില്ല പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. ഇപ്പൊ നമ്മൾ ഇനി പറയണതൊക്കെ പാരസൈറ്റുകളാണ്. ഇനി മലേറിയ, ലീഷ്മാനിയാസിസ് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മളൊരു പാരസൈറ്റ് ആണ്. നമ്മൾ പണ്ടൊരു പാരസൈറ്റോളജി ഒക്കെ പഠിച്ചില്ലേ ചെറിയ നമ്മൾ പ്ലസ് ടുവിലൊക്കെ പാരസൈറ്റുകൾ, അതേപോലെ വൈറസ്, ആനിമൽ, ഇതൊക്കെ പറയുന്ന രീതിയിൽ തന്നെയാണ് ഒരു പാരസൈറ്റുകൾ കേട്ടോ. അപ്പൊ മൊസ്കിറ്റോ ബോൺ ഫെബ്രൈൽ ഡിസീസ് ആണ്. മലേറിയൽ പാരസൈറ്റ് ആണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. അപ്പൊ ഈ പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് 4 ടൈപ്പ് ഉണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപാരം, പിന്നെ പ്ലാസ്മോഡിയം ഓവൈൽ. ഓക്കെ, ഈ 4 ടൈപ്പാണ് നമ്മൾ പ്ലാസ്മോഡിയം മലേറിയന്റെ ടൈപ്പിലുള്ളത്. പിന്നെ എന്താണ് ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. നമ്മൾ പാരീസ് ഗ്രീൻ പറഞ്ഞു കൊടുത്ത് അനോഫിലസ് മോസ്കിറ്റോ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അനോഫിലസ് മോസ്കിറ്റോ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്.
അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു മലേറിയ ഡിസീസ് കോസ്ഡ് ബൈ അനോഫിലസ് മോസ്കിറ്റോ, മാറാൻ പാടില്ല, ഫ്രഷ് വാട്ടറിലായിട്ടുള്ള ബ്രീഡ് ചെയ്യുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ ഇതേപോലെ ആലോചിച്ച് നോക്കുക, അനോഫിലസ് മോസ്കിറ്റോ ആണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. ഇതിന്റെ സിംറ്റംസ് ആയിട്ട് എന്തൊക്കെ ഉണ്ടാക്കാം? ഫീവർ, ചില്ലിനെസ്, റിഗർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നമ്മളൊരു വിറങ്ങലിച്ച് നിൽക്കുന്ന രീതിയിൽ. പിന്നെ സ്പ്ലീനിനൊക്കെ എൻലാർജ്മെന്റ് ഉണ്ടാകും. അതേപോലെ തന്നെ അനീമിയന്റെ സിംറ്റംസ് ഉണ്ടാകും. ഇൻക്യുബേഷൻ പീരീഡ് നമ്മൾ ഓരോന്നിന്റെ അടുത്ത് പറയുന്നുണ്ട്. വൈവാക്സിന് 14 ഡേയ്സും ഫാൽസിപാരത്തിന് 12 ഡേയ്സും. പിന്നെ ഒരു ഇൻഫന്റ് പാരസൈറ്റ് റേറ്റ് നോക്കാം. ഇൻഫന്റ് പാരസൈറ്റ് റേറ്റ് നോക്കുക എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ഇൻഫൻസ് ബിലോ ദി ഏജ് ഓഫ് 1 ഇയർ ഷോയിങ് മലേറിയ പാരസൈറ്റ് ഇൻ ദ ബ്ലഡ് ഫിലിം. അപ്പൊ നമുക്ക് ഇതിൽ അറിയാൻ പറ്റില്ല ഒരു ഇൻഫന്റ് പാരസൈറ്റ് റേറ്റ് നോക്കുക എന്ന് പറഞ്ഞാൽ ഇൻഫൻസിന്റെ ബിലോ 1 ഇയർ ഓഫ് ഏജ് ഗ്രൂപ്പിൽ മലേറിയ പാരസൈറ്റ് എത്ര ആൾക്കാരെ ബ്ലഡ് ഫിലിമിൽ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഇൻഫന്റ് പാരസൈറ്റ് റേറ്റ് എന്നുള്ളത് നോക്കാം. അപ്പൊ അവർക്ക് ഇത് എത്രത്തോളം മലേറിയ ഇൻഫെക്റ്റീവ് ആണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കില്ലെന്ന് നോക്കുന്നതാണ് ഇൻഫന്റ് പാരസൈറ്റ് റേറ്റ്. ഇനി ആനുവൽ പാരസൈറ്റ് ഇൻസിഡൻസ് നോക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താ നോക്കുന്നത് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മളിപ്പോ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയല്ല വരുന്നത്, പുതിയതായിട്ട് എത്രത്തോളം മലേറിയന്റെ പാരസൈറ്റ് ഒരു ആനുവൽ ആയിട്ട് ഒരു എടുക്കുന്നതാണ് ആനുവൽ പാരസൈറ്റ് ഇൻസിഡൻസ് അല്ലെങ്കിൽ API എന്ന് പറയും. അപ്പൊ അതൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, ഇങ്ങനെയൊക്കെ ഇതിനെ നോക്കുന്ന അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ അയച്ചത്. ഇനി ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ റേറ്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ, നമ്പർ ഓഫ് ബ്ലഡ് സ്ലൈഡ് എക്സാമിൻ ഒരു 1 ഇയറിൽ എത്ര ആൾക്കാരെ ബ്ലഡിന്റെ സ്ലൈഡ്സ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മലേറിയ പാരസൈറ്റ് ഉണ്ടോ ഇല്ലേ നോക്കാൻ വേണ്ടിയിട്ട് എക്സാമിൻ ചെയ്തു എന്നുള്ളതാണ് ഇത് നോക്കുന്നത്. ആനുവൽ ഫാൽസിപാരം ഇൻസിഡൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക്, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന മലേറിയയിൽ ഫാൽസിപാറാണ് ഏറ്റവും കൂടുതൽ ഡിസീസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഫാൽസിപാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഫാൽസിപാരത്തിന്റെ ഇൻസിഡൻസ് എത്ര ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ആനുവൽ ഫാൽസിപാരം ഇൻസിഡൻസ് AFI എന്ന് പറഞ്ഞത് നോക്കുന്നത്. ഇനി ഇതാണ് ഇതിന്റെ ടൈപ്പ് പറയുന്നത്. പ്ലാസ്മോഡിയത്തിൽ ഫാൽസിപാരം, വൈവാക്സ്, മലേറിയ. അപ്പൊ അതിന് ഓരോരുത്തർക്കും ഓരോ പേരുകളൊക്കെ ഉണ്ട്. ടേർഷ്യൻ ആണെങ്കിൽ ട്രോപ്പിക്കൽ മലേറിയ ബൈ ഫാൽസിപാരം, വൈവാക്സ്, ടേർഷ്യൻ, കോർട്ടൈൻ മലേറിയ. ഇതൊന്നും നിങ്ങൾക്ക് പേരുകളൊന്നും ആവശ്യമില്ല, ഞാനിങ്ങനെ 4 ഡിസീസുകൾ ഉണ്ട് എന്നുള്ളത് 4 പേരുകൾ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. ഫാൽസിപാറാണ് ഏറ്റവും കൂടുതലായിട്ട് ഡിസീസ് കോസ് ചെയ്യുന്നത്. സീരിയസ് ആയിട്ടുള്ള ഡിസീസ് ആണ് കോസ് ചെയ്യുക. ചിലപ്പോൾ ഡെത്ത് ഉണ്ടാക്കും, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്താൽ റെഡിയാക്കാൻ പറ്റും, പക്ഷെ അല്ലെങ്കിൽ ഡെത്ത് വരെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഇറഗുലർ ആയിട്ടുള്ള ക്രൈസിസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതും ഫെബ്രൽ സീഷേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത് ഫാൽസിപാരം മലേറിയക്കാണ്. ഇതിന്റെ ഒരു സൈക്കിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മാനിലാണ് എസെക്ഷൽ ഫേസ് ഉണ്ടാക്കുക. ഈ പാരസൈറ്റിന്റെ എസെക്ഷൽ ഫേസ് എന്ന് പറഞ്ഞാൽ 2 ഫേസ് ഉണ്ട്. സെക്ഷൽ ഫേസ് ഉണ്ടാവും, ഒരു എസെക്ഷൽ ഫേസ് ഉണ്ടാവും. ഈ എസെക്ഷൽ ഫേസ് മാനിൽ കൊണ്ടുപോയിട്ടാണ് ഉണ്ടാക്കുക. അപ്പൊ ആദ്യം നമ്മളെ ലിവറിൽ പോയിട്ട് ഇവര് ഇൻഫെക്റ്റഡ് പേഴ്സന്റെ ലിവറിൽ പോയിട്ട് ഇവര് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ പാരസൈറ്റ് തന്നെയാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഈ ഫാൽസിപാർ എന്ന് പറഞ്ഞ പാരസൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫാൽസിപാർ എന്ന് പറഞ്ഞ പാരസൈറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഒരു ഡെവലപ്പ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളെ ലിവറിൽ പിന്നെ എന്തെങ്കിലും RBCയിൽ പോയിട്ട് നിൽക്കും. RBC എന്താണ് നമ്മളെ ബ്ലഡ് എല്ലാവർക്കും കൊണ്ടുപോകാൻ സാധനമാണല്ലോ. പക്ഷേ ഈ RBCന്റെ ഷേപ്പിനെയും കാര്യങ്ങളിലും ഒക്കെ തന്നെ ഈ മലേറിയ കൊണ്ടുപോയിട്ടാണ് മാറ്റും. അപ്പൊ ഈ RBC വട്ടത്തിലായാലും മാത്രമേ ഇതിന് മര്യാദക്ക് ഇതിന് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ വട്ടത്തിലുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെ മാറ്റി ഇതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് മലേറിയ ഡിസീസ് കണ്ടെന്ന് നമ്മൾ അസുഖമായിട്ട് വരും. അപ്പോഴാണ് നമുക്കൊരു മലേറിയന്റെ സിംറ്റംസ് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ട് മൊസ്കിറ്റോയിൽ ഇവരെന്തായിരിക്കും ഒരു സെക്ഷൽ ഫേസ് കണ്ടിന്യൂ ചെയ്യും. പിന്നെ സെക്ഷൽ ഫേസ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു 10 to 14 ഡേയ്സ് വരെ സെക്ഷൽ ഫേസ് മൊസ്കിറ്റോയിൽ കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഒരു ഇൻഫെക്റ്റീവ് ഫോം ഓഫ് ദി പാരസൈറ്റ്, ഈ പാരസൈറ്റിന്റെ ഇൻഫെക്റ്റീവ് ഫോം ഏതാണെന്നുള്ളത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. സ്പോറോസോയിറ്റ് എന്നാണ് പറയാം. അപ്പൊ ഒരു സ്പോറോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മളൊരു ഈ ഇൻഫെക്റ്റീവ് ഫോം ഏതാണെന്ന് ചോദിക്കാല്ല. അപ്പൊ നമ്മള് മറ്റേ ഇപ്പൊ ലാർവയാണ് ഇൻഫെക്റ്റീവ് ഫോം എന്ന് പറഞ്ഞു, ആൻസൈലോസ്റ്റോം. അതേപോലെ തന്നെ ഇവിടെ ഈ ഫാൽസിപാറത്തിന്റെ സ്പോറോസോയിറ്റ് എന്ന് പറഞ്ഞൊരു ഫോം, അതിന്റെ ഒരു ചെറിയൊരു രീതിയാണ് കേട്ടോ, അതൊരു ചെറിയൊരു കുഞ്ഞു ടൈപ്പ് ആയിരിക്കും. ഈ സ്പോറോസോയിറ്റ് എന്ന് പറഞ്ഞ ഫോം ഈ മൊസ്കിറ്റോന്റെ സലൈവറി ഗ്ലാൻഡിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിങ്ങനെ നിൽക്കിയിരിക്കും. അതായത് അവിടെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കുമിഞ്ഞു കൂടി നിൽക്കിയിരിക്കും സ്പോറോസോയിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോം. അപ്പോൾ ഏതെങ്കിലും മാനിനെ കൊണ്ടിട്ട് ഇവർ കുത്തുന്ന സമയത്ത് ഈ സ്പോറോസോയിറ്റ് എല്ലാം കൂടി നമ്മളെ ബ്ലഡിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് ബ്ലഡിൽ മലേറിയ പെട്ടെന്ന് പടരാൻ. അപ്പൊ അതിന് അത് സ്പ്ലെയിനിന് പോകും. അപ്പൊ സ്പ്ലെയിനിന് ബുദ്ധിമുട്ടുണ്ടാക്കും, സ്പ്ലെയിനിൽ എൻലാർജ്മെന്റ് ഉണ്ടാക്കും, അവിടെ അനീമിയ ഉണ്ടാക്കും. അങ്ങനത്തെ ഓരോ സിംറ്റംസ് ഉണ്ടാക്കിയിട്ടാണ് ഡിസീസ് സ്പ്രെഡിങ് വേഗം ഉണ്ടാക്കുക. അപ്പൊ മൊസ്കിറ്റോയിൽ വെച്ചിട്ട് സെക്ഷൽ ഫേസ് കണ്ടിന്യൂ ചെയ്യുന്നു, മാനിൽ വെച്ചിട്ട് എസെക്ഷൽ ഫേസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇൻഫെക്റ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ സ്പോറോസോയിറ്റ്. ഇനി ലിംഫാറ്റിക് ഫൈലോറിയസിസ് എന്നുണ്ടെങ്കിൽ ഏതാണ് ഡിസീസ്, ഇതൊക്കെ നമ്മൾ ഓരോ മൊസ്കിറ്റോകൾ എടുത്തപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യൂലക്സ് മൊസ്കിറ്റോ ആണ് ഫൈലോറിയസിസ് കോസ് ചെയ്യുന്നത്.
ഉച്ചറേറിയ ബാങ്ക്രോഫ്റ്റി അല്ലെങ്കിൽ ബ്രൂഗിയ മലൈ എന്ന് പറഞ്ഞ രണ്ട് പേരുകളാണ് ഈ ഡിസീസിന്റെ എന്താണ് വ്യക്തമായിട്ട് പറയുന്നത്. ക്യൂലസ് മൊസ്കിറ്റോ ആണ് മൊസ്കിറ്റോയിലെ കോസിങ് ഏജന്റ്. അഡൽട്ട് പാരസൈറ്റ് ഒരു 5 to 10 ഇയേഴ്സ് വരെ ഒരാളുടെ അതിന് ജീവിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അഡൽട്ട് പാരസൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പിന് ഒരു 5 to 10 ഇയേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിക്കുക, നമ്മളെ ബോഡിയിൽ കയറിയിട്ട് 5 മുതൽ 10 വർഷം വരെ അത് അതിന്റെ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് മന്ത് വന്നിട്ടുണ്ടെങ്കിൽ മാറാൻ ഏറ്റവും ബുദ്ധിമുട്ട്. മന്ത് വന്നെന്ന് വെച്ചാൽ പൊതുവെ നമ്മൾ മെഡിസിൻ കൊണ്ട് മാറുന്ന ടൈപ്പല്ല. അവർ അത്രയും ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ മന്ത് പകർത്താതിരിക്കുക എന്നുള്ളതൊക്കെയാണ് പിന്നെയും സാധ്യതയുള്ളൂ. അല്ലാണ്ട് മന്ത് വന്നാൽ മാറാതിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട്. മൈക്രോഫൈലേറിയാണ് ഇവിടെ എന്താണ് ഇൻഫെക്റ്റീവ് ഫോം നടക്കുന്നത്. അപ്പൊ എംബ്രിയോസിൽ മൈക്രോഫൈലേറിയ കൂടുതൽ ഉണ്ടാവും. ഇത് നൈറ്റ് ടൈമിലാണ് നമ്മളെ ബ്ലഡിൽ കൂടുതലായിട്ടും കാണാം. ഈ മൈക്രോഫൈലേറിയ പെരിഫറൽ ബ്ലഡ്, നമ്മളെ അറ്റത്ത് നമ്മൾ ബ്ലഡ് എടുക്കുന്ന എപ്പോഴും അറ്റത്ത് നിന്നല്ലേ, ഹാർട്ടിൽ പോയിട്ടല്ലല്ലോ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുക. ബ്ലഡ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കയ്യിന്റെ ഒക്കെ നരമ്പുകളിൽ നിന്നാണ്. അപ്പൊ ഈ രീതിയിൽ മൈക്രോഫൈലേറിയ പെരിഫറൽ ബ്ലഡിൽ വന്ന് നിൽക്കുന്നത് നൈറ്റ് ടൈമിലാണ്. അപ്പൊ നൈറ്റ് ടൈമിൽ നോ മോർ എന്നല്ല കേട്ടോ, നൈറ്റ് ടൈമിലാണ് മോർ എന്നാണ്. നൈറ്റ് ടൈമിലാണ് കൂടുതലായിട്ട് വന്ന് നിൽക്കുക. അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ രാത്രിയാണ് ഇതിന്റെ പരിശോധന കൂടുതലായിട്ട് ചെയ്യുക. ഒരു 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് ശേഷമാണ് മൈക്രോഫൈലേറിയന്റെ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ് വന്നത്, നൈറ്റ് ടൈമിൽ ഏതാണ് നമ്മൾ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യുന്ന ഡിസീസ് ഏതാണുള്ളത്. സിമ്പിളാണ്, ഫൈലേറിയാണ് ആ സമയത്ത് നമ്മൾ നോക്കുന്നത്. JE ജപ്പാനീസ് എൻസെഫലൈറ്റിസ് ഗ്രൂപ്പ് ബി ആർബോ വൈറസ് ആണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. ക്യൂലിസിൻ മൊസ്കിറ്റോന്റെ ഗ്രൂപ്പാണ് ഈ ഒരു ടൈപ്പ് കോസ് ചെയ്യുന്നത്. നമ്മൾ ക്യൂലക്സ് മൊസ്കിറ്റോ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ജപ്പാനീസ് എൻസെഫലൈറ്റിസും ഫൈലേറിയാസിസും കോസ് ചെയ്യുന്നത് JE ആണ്, ക്യൂലക്സ് മൊസ്കിറ്റോ ആണ്. അപ്പൊ ക്യൂലിസിൻ മൊസ്കിറ്റോന്റെ ഒരു ടൈപ്പാണ് നമ്മൾ എന്നാണ് ഇത് പറഞ്ഞത്. അപ്പൊ JE എന്ന് പറഞ്ഞാല് ഗ്രൂപ്പ് ബി ആർബോ വൈറസ് കുലിസിൻ മൊസ്കിറ്റോ ആണ് കോസ് ചെയ്യുന്നത്. ഒരു സൂണോട്ടിക് ഡിസീസ് ആണ്, മെയിൻ ആയിട്ട് ആനിമൽസിനുള്ള ഡിസീസ് ആണ്. എസ്പെഷ്യലി പിഗ്, ബേർഡ്സ്, ഇവർക്കാണ് ഡിസീസ് കൂടുതലായിട്ടും കോസ് ചെയ്യുന്നത്. അവർക്ക് ഒരു ഇൻസിഡന്റിൽ ആയിക്കൊണ്ട് നമ്മൾ അവരുമായിട്ട് എന്തെങ്കിലും രീതിയിൽ പിഗിനെ എന്തെങ്കിലും ഒരു ഇതിൽ കോണ്ടാക്റ്റോ കാര്യങ്ങൾ വരുന്ന സമയത്ത് മാനിനെ അറിയാതെ കിട്ടുന്ന ഒരു ഡിസീസാണ് ഈ JE. പക്ഷെ മനുഷ്യന്മാർക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മരിക്കുന്നത് വരെ ഡെഡ് ആൻഡ് ഹോസ്റ്റായിട്ടാ പറയും. അതായത് നമുക്ക് മരണം ഉറപ്പാണ്. പെട്ടെന്ന് തന്നെ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കും. എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ബ്രെയിനിൽ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡെത്ത് വരും. ഇപ്പൊ നമ്മൾ നിപ്പ വൈറസ് വന്ന സമയത്തും അതേപോലെ തന്നെ കൊറോണ വൈറസ് വന്ന സമയത്തും നിപ്പ വേഗം തന്നെ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഡെത്ത് പെട്ടെന്ന് കൂടുതൽ വന്നത്. നിപ്പ വന്ന ആൾക്കാർക്കൊക്കെ ഡെത്ത് ആണ് കൂടുതൽ വന്നത്. കൊറോണ വന്ന ആൾക്കാർക്ക് ഡെത്ത് വന്നിട്ടില്ല. അതിന്റെ ആഫ്റ്റർ എഫക്ട് ഇപ്പോഴും ഓരോരുത്തർക്ക് ഉണ്ടെങ്കിലും കൂടെ ഡെത്ത് വരാൻ സാധ്യത കൂടുതൽ ഇങ്ങനത്തെ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുന്ന ഡിസീസുകളാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ നോക്കി വെക്കാം. പിന്നെ ഗ്രൂപ്പ് ബി ആർബോ വൈറസ് ആണ്, ക്യുലിസിൻ മൊസ്കിറ്റോ ആണ്, സൂണോട്ടിക് ഡിസീസ് ആണ്, മെയിൻ ആയിട്ട് ആനിമൽസിന്റെ ഡിസീസ് ആണ്. എൻസെഫലൈറ്റിസ് ആണ് ഡിസീസിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് പറയുന്നത്. ഇത് ലീഷ്മാനിയാസിസും ഇതേപോലെ തന്നെ ഒരു പാരസൈറ്റിക് ലീഷൻ ആണ്. പ്രോട്ടോസോവൽ ഡിസീസ് ആണ്, അല്ലെങ്കിൽ അതിന് പാരസൈറ്റ് ആണ് അതിന്റെ ഡിസീസിന്റെ പോസിറ്റീവ് ഏജന്റ്. ബൈറ്റ് ഓഫ് ഫീമെയിൽ ഫ്ലോബോട്ടോമിൻ സാൻഡ്ഫ്ലൈ എന്ന് പറഞ്ഞൊരു വെക്ടർ ആണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. ഫീമെയിൽ ആണ്, ഫ്ലബോട്ടോമിൻ സാൻഡ്ഫ്ലൈ ആണ് ഇതിന്റെ വെക്ടർ. അപ്പൊ ഇതിന്റെ ഡിസീസിന്റെ ടൈപ്പുകൾ പറയുകയാണെങ്കിൽ കാലാസാർ അല്ലെങ്കിൽ വിഷറൽ ലീഷ്മാനിയാസിസ്, ക്യൂട്ടേനിയസ് ലീഷ്മാനിയാസിസ്, മ്യൂക്കോക്യൂട്ടേനിയസ് ലീഷ്മാനിയാസിസ്, പോസ്റ്റ് കാലാസാർ ലീഷ്മാനിയാസിസ്. ഇതൊക്കെ ഇതിന്റെ ഓരോ ടൈപ്പുകളാണ്. അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല, കാലാസാർ എന്താണ് അങ്ങനെ ഓരോ ടൈപ്പുകൾ ഉണ്ടെന്ന് മാത്രം. അപ്പൊ ഇതിൽ ഓരോരുത്തരെ കോസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ലീഷ്മാനിയ ഡോണോവാനി എന്ന് പറഞ്ഞൊരു ടൈപ്പാണ് കാലാസാർ കോസ് ചെയ്യുന്നത്. ലീഷ്മാനിയ ട്രോപ്പിക്കാണ് ക്യൂട്ടേനിയസ് ലീഷ്മാനിയാസിസ്. ലീഷ്മാനിയ ബ്രസീലിയൻസ് ആണ് മ്യൂക്കോക്യൂട്ടേനിയസ്. ഇതൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ലീഷ്മാനിയാസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോട്ടോസോവൽ ഡിസീസ് ആണ്, അല്ലെങ്കിൽ ഒരു പാരസൈറ്റിക് ലീഷൻ ആണ്. ഫീമെയിൽ ഫ്ലോബോട്ടോമിൻ സാൻഡ്ഫ്ലൈ ആണ്. സാൻഡ്ഫ്ലൈ എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. സാൻഡ്ഫ്ലൈ ആണ് ഇതിന്റെ വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ട്രാൻസ്മിഷൻ ബൈ സാൻഡ്ഫ്ലൈ ആണ്. 1 to 4 months വരെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ടാവാം. അത് അത്രയും ലെങ്ത് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ലീഷ്മാനിയാസിസ് പറഞ്ഞ സമയത്ത് ഒരു കാലാസാർ എന്നുള്ളൊരു ടേമോ അല്ലെങ്കിൽ ഒരു ഫ്ലബോട്ടോമിൻ സാൻഡ്ഫ്ലൈ എന്നുള്ളതോ പാരസൈറ്റിക് ഡിസീസ് ആണെന്നുള്ളതോ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇത് ലെപ്രസി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു പോളിയോ അങ്ങനത്തെയൊക്കെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ട ഒരു ടൈപ്പാണ് ലെപ്രസി. ക്രോണിക് ഡിസേബിളിംഗ് ഡിസീസ് ആണ്, അതായത് ഡിസബിലിറ്റി കൂടുതൽ ഉണ്ടാക്കുന്ന പോളിയോനെ പോലെ. പോളിയോ വന്ന് മാറണേ കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ്. മൈക്കോബാക്ടീരിയം ലെപ്രയാണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ
മൈക്കോ ബാക്ടീരിയ കോസ് ചെയ്യുന്നിടത്ത് പറയുന്ന രീതിയിൽ ടീബിന്റെ പോലെ തന്നെ ഉള്ളൊരു സാധനമാണ് മൈക്കോ ബാക്ടീരിയം. ലെപ്ര ആണ് ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം. ഡിസീസ് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് പെരിഫറൽ നെർവ്സിനാണ്. ഇപ്പൊ അങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ലെപ്രസിന്റെ ഏത് നെർവ്സിനെയാണ് കൂടുതൽ ലെപ്രസി എഫക്ട് ചെയ്യുന്നത്? പെരിഫറൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിലേക്കൊന്നും ഇല്ലാണ്ട് കൈകൾ കാലുകൾ എന്നൊക്കെ പറഞ്ഞാൽ അറ്റങ്ങളിലേക്ക് പോകുന്ന നെർവ്സിനെ നമ്മൾ പെരിഫറൽ നെർവ്സ് പറയും. സിംറ്റംസ് ആയിട്ട് എന്തൊക്കെയായിരിക്കും നമുക്കറിയാം. ലെപ്രസി ഇപ്പൊ നമ്മൾ കാണും, നമ്മൾ പേഷ്യൻസിന്റെ ഒക്കെ കണ്ടിട്ട് കുഷ്ഠരോഗം എന്നാണ് ലെപ്രസി കേട്ടോ. ഹൈപ്പോ പിഗ്മെന്റഡ് പാച്ചസ്, ഇങ്ങനെ കളർ കുറഞ്ഞുകൊണ്ട് വൈറ്റ് പാച്ചസ് ആയിട്ട്, ഇങ്ങനെ വൈറ്റ് മീൻസ് നമ്മൾ സ്കിന്നിന്റെ ടോണിന് കുറച്ച് കളർ കുറഞ്ഞുകൊണ്ടുള്ള പാച്ചസ് ഉണ്ടാവും. അവിടെ നമുക്ക് തൊട്ടാൽ ചിലപ്പോൾ ചെറിയ രീതിയിൽ അറിയാണ്ടിരിക്കും, ചിലപ്പോൾ പൂർണ്ണമായിട്ടും അറിയാണ്ടിരിക്കും. പാർഷ്യൽ ഓർ ലോസ്, ടോട്ടൽ ലോസ് ഓഫ് സെൻസേഷൻ. അതേപോലെ നെർവ്സിനൊക്കെ ഭയങ്കര കട്ടിയാവും, അപ്പൊ അതിന് നമ്മൾ എന്ത് പറയും? തിക്ക് ആൻഡ് നെർവ്സ് എന്ന് പറയും. അതേപോലെ ആസിഡ് ഫാസ്റ്റ് ബാസിലെ സ്കിന്നിലും നെയ്സൽ സ്മേഴ്സിലൊക്കെ തന്നെ പ്രസന്റ് ആയിരിക്കും. ആസിഡ് ഫാസ്റ്റ് ബാസിലൈനാണ് നമ്മൾ AFB എന്ന് പറയാം. AFB ബാസിലെ പ്രസന്റ് ആയിരിക്കും സ്കിന്നിലെ നെയ്സൽ മ്യൂക്കസ് മെംബ്രെയിനിലൊക്കെ, നെയ്സൽ സ്മിയേഴ്സിലൊക്കെ തന്നെ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ ഹൈപ്പോ പിഗ്മെന്റഡ് പാച്ചസ് ഒക്കെ ആണെന്നതിന്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് കിട്ടാം. ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ, നോസ്, ത്രോട്ട്, സെക്രീഷന്, അതേപോലെ സ്കിന്നിന്റെ ഡിസ്ചാർജ്. പ്രധാനപ്പെട്ടത് നമുക്ക് പറയാം ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ് മെയിനായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പൊ നോസിലൂടെ ത്രോട്ടിലൂടെ ഒക്കെ അവർ കഫ് ചെയ്യുന്ന സമയത്ത് എയറോസോളിലേക്ക് പോയിട്ട് എയർന്നുണ്ടാകുന്ന ഡ്രോപ്ലെറ്റുകൾ വഴിയാണ് പ്രധാനമായിട്ടും സ്പ്രെഡ് ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ സ്കിന്നിന്റെ ഡിസ്ചാർജ്, സ്കിന്ന് നമ്മൾ എന്തെങ്കിലും ഡിസ്ചാർജുകൾ അതിലുണ്ടെങ്കിൽ അത് കോണ്ടാക്ട് ബൈ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ആ രീതിയിലും സ്പ്രെഡ് ഉണ്ടാവാം. മൈക്കോ ബാക്ടീരിയൻ ലെപ്രയാണ് ഡിസീസ് കോസറ്റീവ് ഓർഗാനിസം. ഇൻക്യുബേഷൻ പീരീഡ് 2 to 5 years വരെയുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 years കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിന് സിംറ്റംസ് പ്രസന്റ് ആവുക. ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ടൈപ്പുകളുണ്ട്: ഇന്റർമീഡിയറ്റ്, ഇൻഡിറ്റർമിനേറ്റ് ടൈപ്പ്, ട്യൂബർകുലോയിഡ്, ബോർഡർ ലൈനർ, ലെപ്രോമാറ്റസ്, പ്യൂർ ന്യൂറൈറ്റ്. ഇത്രയും ടൈപ്പുകൾ ഇതിലുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഓരോരോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത്. ഇൻഡിറ്റർമിനേറ്റ് ഫസ്റ്റ്, പിന്നെ അത് ട്യൂബർകുലോയിഡിലേക്ക് പോകാം, പിന്നെ അത് ബോർഡർ ലൈനായി, പിന്നെ പൂർണ്ണമായിട്ട് ലെപ്രോമാറ്റസ്, പിന്നെ പ്യൂർ ന്യൂറൈറ്റിക്, അതായത് നെർവസിനെ ഫുള്ളായിട്ട് ബാധിച്ചുകൊണ്ടില്ല പ്യൂർ ന്യൂറൈറ്റിക് ടൈപ്പ്. ഇത്രയും ടൈപ്പുകൾ ലെപ്രസീനുണ്ട്. അപ്പോൾ ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻ മെയിനായിട്ട് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനും അതേപോലെ നോസ് ത്രോട്ട് സെക്രീഷൻ വഴി സ്കിന്നിൻ്റെ ഡിസ്ചാർജ് വഴിയൊക്കെയാണ് പ്രധാനപ്പെട്ടും അതിൻ്റെ ട്രാൻസ്മിഷൻ ഇല്ലതെന്ന് ആലോചിച്ച് നോക്കുക. ഇനി ടെറ്റനസ് അക്യൂട്ട് ഡിസീസ് ആയിട്ടാണ് പറയുന്നത്. എക്സോടോക്സിൻ ആണ് പ്രസന്റ് ചെയ്യുന്നത്. ക്ലോസ്ട്രിഡിയം ടെറ്റന എന്നാണ് അതിൻ്റെ ബാക്ടീരിയ. അപ്പോൾ ടെറ്റനസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംറ്റംസ് എന്തായിരിക്കും? മസ്കുലർ റിജിഡിറ്റി, അതേപോലെ പെയിൻഫുൾ സ്പാസം. മസിൽസിനുണ്ടാകുന്ന പെയിൻഫുൾ സ്പാസത്തിനാണ് നമ്മൾ ട്രിസ്മസ് എന്ന് പറയാം. ഈ ജോ കണ്ടിട്ടില്ല, ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കോടികാണ്ട് നിൽക്കുന്ന ഒരു ടൈപ്പ്, അതിനാണ് നമ്മൾ മസ്കുലർ റിജിഡിറ്റി അല്ലെങ്കിൽ പെയിൻഫുൾ സ്പാസം എന്നൊക്കെ പറയുന്നത് ട്രിസ്മസ് എന്ന് പറയും. സ്പോർസ് ജെർമിനേറ്റ് അണ്ടർ അനീറോബിക് കണ്ടീഷൻ. നമ്മളിപ്പോൾ എയർ ഇല്ലാണ്ട് ഓക്സിജൻ ഇല്ലാണ്ട് രീതിയിലാണ് ഇതിൻ്റെ സ്പോർസ് ജെർമിനേറ്റ് ചെയ്യുക. സോഴ്സ് പ്രധാനമായിട്ടും എൻവയോൺമെൻറ്റൽ സോഴ്സാണ്. സോയിൽ, സ്ട്രീറ്റ് ഡസ്റ്റ്, ഹോസ്, കൗഡങ്, ഇങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ മണ്ണിലൂടെ, അതേപോലെ അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ക്ലീൻ ഹൈജീൻ, അല്ലെങ്കിൽ ചാണകത്തിലൂടെ, അല്ലെങ്കിൽ ഡസ്റ്റ്, ഹോസിൻ്റെ ഒക്കെ ഡസ്റ്റ്, ഇങ്ങനത്തെയൊക്കെ ഈ രീതിയിലൂടെയൊക്കെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ചെരുപ്പിടാണ്ട് ഇങ്ങനത്തോടത്തു കൂടെയൊക്കെ നടക്കുന്ന സമയത്ത് ഓൾറെഡി സോയിൽ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ, കാലിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അതിലൂടെ ഇത് നേരെ കൊണ്ടുപോയിട്ട് ഈ ബാസിലേക്ക്. അപ്പോൾ കാലിൽ തന്നെ ഇതിൻ്റെ പാരാലിസിസും കാര്യങ്ങളും തുടങ്ങിയിട്ട് മസിൽസിനൊക്കെ ആദ്യം ഒരു സ്പാസ് ആയിരിക്കും. സ്പാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്കൊരു പെയിൻഫുൾ ക്രാംസ് ഒക്കെ പറയില്ലേ, വേദന, വിട്ടും കടച്ചിലും വേദന വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന മസിൽസിന് വേണ്ടിയാണ് നമ്മൾ ട്രിസ്മസ് എന്നൊക്കെ പറയും. പിന്നെ ഇമ്മ്യൂണിറ്റി ഒരു രീതിയിൽ നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി പറഞ്ഞിരുന്നു. ടെറ്റനസിന് ഒരു രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് ഹേർഡ് ഇമ്മ്യൂണിറ്റി കിട്ടൂല. അപ്പോൾ ഇമ്മ്യൂണിറ്റിയിലൊന്നും പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വാക്സിനേഷൻ എടുക്കാം. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ TT, DPT ആണ് വാക്സിനേഷൻ പറയുന്നത്. നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്, ഡിഫ്തീരിയൻ്റെ, പെർട്ടോസിസിൻ്റെ അവിടെയൊക്കെ പറഞ്ഞതാണ് ടെറ്റനസിൻ്റെത്. ഇൻക്യുബേഷൻ പീരീഡ് 3 to 21 days ആണ്. നിയോനേറ്റൽ ടെറ്റനസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ക്ലീൻസ് ആണ് പറഞ്ഞത്. ക്ലീൻ ഹാൻഡ് ആയിരിക്കണം, ഇത് ക്ലീൻ ഡെലിവറി സർഫസ് ആയിരിക്കണം, ക്ലീൻ കോഡ് കെയർ ആയിരിക്കണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിയോനേറ്റൽ ടെറ്റനസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുട്ടീനെ അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യൂലേ, ഇത് ഇപ്പോഴത്തെ കേസൊന്നല്ല കേട്ടോ പറയണത്. പണ്ടത്തെ കാലത്തിൽ കുട്ടികൾ നമ്മളിപ്പോൾ അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യുന്ന സമയത്ത് അവർ കത്തി കൊണ്ടൊക്കെ കട്ട് ചെയ്യുമെന്ന് പറയും. കാരണം ഇപ്പം ഇന്ന് കാലത്തിന് പറഞ്ഞാൽ പക്ക സിസേഴ്സും കാര്യങ്ങളും സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സിസേഴ്സാണ്.
അന്ന് ഇവരിപ്പോൾ ഈ കുട്ടിയുടെ കൈ കൊണ്ട് തന്നെ ആ കൊണ്ടുപോയിട്ട് ഒറ്റ കത്തി കൊണ്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഡെലിവറി സർഫസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൻ്റെ ഒക്കെ നിലത്ത് വെച്ചിട്ടൊക്കെ, അപ്പോൾ ആ രീതിയിലൊന്നും ഡെലിവറി സർഫസ് അത്ര ക്ലീൻ അല്ലെങ്കിൽ അമ്പലിക്കൽ കോഡിന് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വരികയും അത് ടെറ്റനസിലേക്ക് ലീഡ് ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞിരുന്നത്. പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആയിക്കൊണ്ട് തന്നെ ഹ്യൂമൻ ഇമ്മ്യൂണോഗ്ലോബുലിനും ഈ ATS എന്നൊക്കെ പറഞ്ഞതൊക്കെ തന്നെ ആൻറ്റി ടെറ്റനസ് സിറാണ്. ഇതൊക്കെ തന്നെ ഇതുകൊണ്ടായിരുന്നു മുന്നേ ചെയ്തിരുന്നത്. അപ്പോൾ ടെറ്റനസ് വന്നിട്ട് പണ്ട് കുറേ കുട്ടികൾക്ക് ഡെത്ത് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കത് റിപ്പോർട്ട് ചെയ്യുന്ന ഡിസീസേ അല്ല. അപ്പം നമ്മളിപ്പോൾ പ്രഗ്നൻസിയിൽ 2 TT എടുക്കുന്നുണ്ട്, 4 5 ആയിട്ട് 2 TT എടുക്കുന്നുണ്ട്. അതൊക്കെ അന്നില്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കണം അന്ന് കൂടുതൽ ഡെത്ത് ടെറ്റനസിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ടെറ്റനസ് ഒന്നും അങ്ങനെ അധികം ഇത് വരുന്നില്ല. പിന്നെ ഒരു TT എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കൊണ്ട് വരുന്ന സമയത്ത് തന്നെ നമ്മളൊക്കെ TT വേഗം എടുക്കുന്നുണ്ടല്ലോ. 6 months ഗ്യാപ്പിൽ നമ്മളിപ്പോൾ ഒരു ഇരുമ്പിനോട് എന്തെങ്കിലും കോണ്ടാക്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ വേഗം TT എടുക്കാന്ന് പറയില്ല. അപ്പോൾ അതാണ് നമ്മൾ ഈ ടെറ്റനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ റാബീസ് ഹൈഡ്രോഫോബിയ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഈ നമ്മളറിയില്ലേ ആനിമൽസ് ഉണ്ടാകുന്ന റാബിഡ് ഡോഗിന് ഉണ്ടാകുന്ന ഡിസീസാണ്. ഡിസീസ് ഓഫ് വാം ബ്ലഡഡ് ആനിമലാണ്. സാധാരണയായിട്ട് മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നതല്ല, വാം ബ്ലഡഡ് ആനിമൽസിന് ഉണ്ടാകുന്ന ഡിസീസാണ്. മോർട്ടാലിറ്റി റേറ്റ് നിയർലി 100%. നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നിയർലി 100% റേറ്റ് നമുക്ക് മോർട്ടാലിറ്റി പറയാൻ പറ്റുന്ന ഒരു ഡിസീസാണ് റാബീസ്. ലിസ വൈറസ് ടൈപ്പ് 1 ആണ് ഡിസീസ് കോസിങ് ഓർഗാനിസം. അതിൻ്റെ ഏജൻ്റായിട്ട് പറയണം. സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോഗ് ബൈറ്റ്. നമുക്കറിയാം മാഡ് ഡോഗിൻ്റെ ബൈറ്റിൽ നിന്ന് അതിൻ്റെ സലൈവ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നതോട് കൂടിയാണ് ഇതിൻ്റെ ഡിസീസ് സ്പ്രെഡ് ഉണ്ടാവുക. ഇൻക്യുബേഷൻ പീരീഡ് 1 to 3 months ആണ്. പക്ഷേ ഇങ്ങനെ ഒരു കടിച്ച ആനിമലിനെ നമ്മൾ എത്ര ദിവസം ഒബ്സർവ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഒരു ആനിമൽ കടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഡോഗ് നമ്മൾ ബൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോഗ് ഈവൻ പൂച്ച ആയിക്കോട്ടെ, ബുദ്ധിമുട്ടുള്ള ഇങ്ങനെ എന്തെങ്കിലും റാബിഡ് ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കുന്ന പൂച്ചയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു 10 days ആണ് ഒബ്സർവ് ചെയ്യണം. അപ്പോൾ ആ 10 days എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യുക. ഒബ്സർവ് ചെയ്യണം ആനിമലിന് ഒരു 10 ദിവസമെങ്കിലും നമ്മൾ അവരെ കെട്ടിയിട്ടിട്ട് ഒബ്സർവ് ചെയ്യണം എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് അവരുടെ സിംറ്റംസ് എന്തെങ്കിലും അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേക്ക് വാക്സിനേഷനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എയ്ഡ്സ്, അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയാം, അല്ലെങ്കിൽ എയ്ഡ്സ് എന്ന് പറയാം. അപ്പോൾ ഫേറ്റൽ ഇൽനെസ് ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. നമുക്കറിയാം HIV ഫുള്ളാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഫസ്റ്റ് കേസ് ഇതിൽ ഇങ്ങനത്തതൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ഉണ്ടാവുക. ഫസ്റ്റ് കേസ് നോട്ട് ചെയ്തത് തമിഴ്നാട്ടിലാണ്. 1986 ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടിലാണ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബ്ലഡും സെമനാണ് പ്രധാനപ്പെട്ട മെറ്റീരിയൽ പറയുന്നത്. ആൻറ്റി റിട്രോ വൈറൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ART എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. ആൻറ്റി റിട്രോ വൈറൽ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുക. ട്രാൻസ്മിഷൻ എങ്ങനെയിരിക്കും? അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ട്രാൻസ്മിഷൻ, അതേപോലെ ബ്ലഡ് പെരിനേറ്റൽ ട്രാൻസ്മിഷൻ, അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പ്രസവ സമയത്ത് കിട്ടാം, അല്ലെങ്കിൽ ബ്ലഡിലൂടെ കിട്ടാം, പിന്നെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയും കിട്ടാം. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എന്തായിരിക്കും ട്രാൻസ്മിഷൻ പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടിലാണ്, 1986. അതേപോലെ ബ്ലഡും സെമനുമാണ് അതിൻ്റെ ഡിസീസ് കോസ്. ഇൻക്യുബേഷൻ പീരീഡ് 6 years അല്ലെങ്കിൽ അതിലധികമോ ആകാം. എയ്ഡ്സിനെ പറ്റിയിട്ട് നമ്മൾ നോക്കാം. ഇനി ഇത് ഞാനൊരു ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലിട്ടതാണ്. അത് നമുക്ക് ടെക്സ്റ്റിൽ ഇതൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ കോവിഡിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണമല്ലോ. കൊറോണ വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RNA വൈറസാണ്. മേമൽസിലും ബേർഡ്സിലുമാണ് മെയിനായിട്ട് ഇതിൻ്റെ ഡിസീസ് ഉണ്ടാക്കുന്നത്. പിന്നെ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ് കൂടുതലായിട്ടും കോസ് ചെയ്യുന്നത്. അവിടുന്ന് നമുക്കറിയാം ഇപ്പോൾ കോവിഡ് എല്ലാവർക്കും വന്നു പോയതുകൊണ്ട് ഇതിനെപ്പറ്റി എന്ത് ചോദിച്ചാലും അറിയില്ല. മൈൽഡ് ടു മോഡറേറ്റ് ലീതൽ സിംറ്റംസ് വരെ ഉണ്ടാകാം. പിന്നെ മൈൽഡ് സിംറ്റം എന്ന് പറഞ്ഞാൽ കോമൺ കോൾഡ് ആ രീതിയിലൊക്കെ പോയിട്ട് പിന്നെ സാർസ് മേഴ്സ് ഇതൊക്കെ പറഞ്ഞാൽ COVID-19 വരെ ആ ഒരു കാറ്റഗറി ഓഫ് ഡിസീസായിട്ട് പിന്നെ അത് വരാം. പിന്നെ കൗല് പിഗിലൊക്കെ തന്നെ ഡയേറിയ, ഹെപ്പറ്റൈറ്റിസ്, എൻസെഫലോമൈലൈറ്റിസ് ഇങ്ങനെ കുറേ സിംറ്റംസും കാണിക്കുന്നുണ്ട്. നമുക്ക് മാത്രമല്ല എല്ലാവർക്കും വരുന്ന ഡിസീസുകളാണ് COVID-19. ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തത് COVID-19 2009 വുഹാനിൽ ചൈനയിലാണ് COVID-19 റിപ്പോർട്ട് ചെയ്തത്. എല്ലാവർക്കും അറിയണ തന്നെയാണ്. എന്നാലും നമുക്ക് എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇങ്ങനത്തതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. COVID-19 എന്ന് പറയുന്നത് നമ്മൾ December 2019 വന്നു. on 31st നമുക്കിതിനെ കോവിഡ് ആയിട്ടുള്ള ഔട്ട് ബ്രേക്ക് ആയിട്ട് ട്രേസ് ചെയ്യുന്നതും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇൻ്റർനാഷണൽ കമ്മിറ്റി ടാക്സോണമി ഓഫ് വൈറസ് ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ SARS COVID-2 എന്നുള്ളതിനൊക്കെ അതിനെ റീനെയിം ചെയ്തത്. പിന്നെ COVID-19 നമ്മൾ പാൻഡമിക് ആയിട്ട് പ്രഖ്യാപിച്ചത് പിന്നെ March 2023 മുതലാണ്. കൺഫേംഡ് കേസസ് കൂടുതലായിട്ട് നമ്പർ വന്നപ്പോൾ പിന്നെ ഡെത്തും കാര്യങ്ങളും കൂടി, അതേപോലെ കൺഫേംഡ് കേസസ് കൂടുതലായപ്പോൾ COVID-19 പാൻഡമിക് ആയിട്ട് ഇതിനെ പ്രഖ്യാപിച്ചു. ഇനി എബോള വൈറസ്.
എബോളി വൈറസ് ഇതേപോലെ തന്നെ വലിയ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഇങ്ങനെ ഒരു ഡിസീസ് സ്പ്രെഡിങ് വരുന്ന സമയത്ത് ഇതിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരും. എബോള ഈസ് എ ടൈപ്പ് ഓഫ് വൈറൽ ഹെമറേജിക് ഫീവർ ആണ് കൂടുതലായിട്ട് ഇതിന് കാണിക്കുക. കോസ്ഡ് ബൈ സെവറൽ സ്പീഷീസ് ഓഫ് വൈറസ് ഫ്രം ദ ജീനസ് എബോള വൈറസ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ്. സിംറ്റം ഒരു പനി പോലെ തന്നെയാണ് കൂടുതലായിട്ട് കാണിക്കുക. പിന്നെ അത് വോമിറ്റിങ്, ബ്ലീഡിങ്, പിന്നെ ബ്രെയിനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. എബോള മെയിനായിട്ട് നമ്മൾ ബാറ്റിന്, നോൺ ഹ്യൂമൻ പ്രൈമേറ്റിനാണ് കൂടുതലായിട്ടും ഡിസീസ്. ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ പറയാം നിപ്പ പോലെയൊക്കെ തന്നെ. പിന്നെ അവിടുന്ന് ഹ്യൂമൻ ടു ഹ്യൂമൻ അത് സ്പ്രെഡ് ഉണ്ടാക്കും. പിന്നെ എന്താണ് കൂടുതലായിട്ടും ഈ ഒരാൾക്ക് വന്നിട്ട് പിന്നെ അത് അടുത്ത ആൾക്ക്, ഈ രീതിയിലാണ് ഇതിന് സ്പ്രെഡ് കൂടുതൽ പറയുന്നത്. പിന്നെ അപ്പോൾ ബാറ്റിന് വന്ന ഡിസീസാണ് എബോള വൈറസ് തന്നെയാണ് കോസ് ചെയ്യുന്നത്. എയ്ഡ്സിന്റെ ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തത് 86, അത് ചിലർക്ക് 83 അങ്ങനെ കാണുന്നുണ്ടല്ലോ. അത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തതാണ് 86, അങ്ങനെ ഉണ്ടോ? ഇന്ത്യയിൽ നമ്മൾ ചൈനയിൽ തമിഴ്നാട്ടിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് നമുക്ക് കൂടുതൽ ചോദിച്ചത്. അതുകൊണ്ടാണ് അത് നമ്മൾ 1986 എന്ന് പറഞ്ഞത്. അതങ്ങനെ ഒരു ഫീമെയിലിന്റെ കേസിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞത്. അപ്പൊ അവർക്ക് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ണർ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് അത് കേസ് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇന്ത്യ നിലയിലായിരിക്കും നമുക്ക് 1986 കണ്ടത്. ഇതില് ടെക്സ്റ്റിൽ അങ്ങനെയാണ് കണ്ടത്. എപ്പോഴും ഇങ്ങനെ ഈ കോവിഡ്, എയ്ഡ്സ് അങ്ങനത്തെ ഇതൊക്കെ കോമൺ ക്വസ്റ്റ്യൻ വരാം. കാരണം എന്താ വെച്ചാൽ ജനറൽ ക്വസ്റ്റ്യനും കൂടി കവർ ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പോളിയോ അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് ഒക്കെ ചോദിക്കുന്നതിനോളം കൊറോണ ഇങ്ങനത്തെ കോമൺ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിലവിൽ കൂടുതൽ വരാം. 1-2 ക്വസ്റ്റ്യനേ വരുള്ളൂ. എന്നാലും വേൾഡ് എയ്ഡ്സ് ഡേ എന്നാണ് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇതൊക്കെ LDC നിലവാരത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് എയ്ഡ്സ് കേസ് റിപ്പോർട്ട് ചെയ്ത ഡേറ്റ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് LDCക്കാരോടും, അതായത് GK ജനറൽ നോളജിന്റെ കൂട്ടത്തിലും വരുന്നതാണ്. തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കിയിരിക്കുക.